കഴിഞ്ഞ സെഷനിൽ മതഭീകരത വിരുദ്ധതയെക്കുറിച്ചാണ്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ആയുധം കൊണ്ട് കൊന്നൊടുക്കുകയല്ല, ഒരു സമൂഹം അവർ തന്നെ അവരുടെ പ്രമാണമായി അംഗീകരിക്കുന്ന ആ പ്രമാണത്തിൻ്റെ വികലമായ ഭാഗങ്ങളെ ശരിയായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കലാണ് വേണ്ടത് എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതിൻ്റെ ആകത്തുക അതാണ്. മതഭീകരതയെ ഇല്ലാതാക്കാൻ ഒരു സമൂഹത്തെ കൊല്ലുകയല്ല വേണ്ടത്, ആയുധങ്ങൾ കൊണ്ട് അവരെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. മറിച്ച് ഏതൊരു പ്രത്യയശാസ്ത്രമാണോ അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്, അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരുത്തുകയും അവരെ പരിഷ്കരിക്കുകയും അവരെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഒരു യൂറോപ്യൻ പറയുകയുണ്ടായി, മുഹമ്മദ് ജനിക്കില്ലായിരുന്നുവെങ്കിൽ ലോകം ഒരു 1000 വർഷമെങ്കിലും മുന്നോട്ട് പോയേനെ. അതിനെ നമ്മൾ അതിൻ്റെ പോസിറ്റീവായി വശത്തിൽ നമ്മൾ എടുക്കണം, അതിൻ്റെ നെഗറ്റീവല്ല. കാരണം അയാളിത് പറയാൻ കാരണം ലോകത്ത് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കണ്ടിട്ട്. അപ്പോൾ എന്നെ പറയും, റജാ കരോടിയുടെ വാക്കുകളായിട്ട് ഇവിടുത്തെ നിലവിലുള്ള മതസംഘടനകൾ എന്നെ ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ മുസ്ലിങ്ങളെ കണ്ടിട്ടല്ല ഇസ്ലാമിലേക്ക് വന്നത്, മുസ്ലിങ്ങളെ ആയിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്നതെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വരൂലായിരുന്നു എന്ന്. അതേപോലെ എല്ലാ മതസംഘടനകളിലെ പുരോഹിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ്. എന്നപോലെ ഈ യൂറോപ്യൻ യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുള്ള മുസ്ലിങ്ങളെ കണ്ടത്. അപ്പോൾ അവർ വിചാരിക്കണേ, എന്തിനാ ഈ സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം വെറുതെ തലയിലെടുത്ത് വെക്കണത് എന്നാണ് ആലോചിക്കുന്നത്. ഭൂമിയിൽ സ്വൈരമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പോലും സുജൂദിന്ന് എണീക്കുമെന്ന് ഉറപ്പില്ല, റുക്കൂഴിന്ന് എണീക്കുമെന്ന് ഉറപ്പില്ല, രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ എണീക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ സമാധാനപൂർണ്ണമല്ലാത്ത ഒരു ജീവിതം എന്തിനാ വെറുതെ നമ്മൾ കൊണ്ടുവരുന്നത് എന്നാണ് ആളുകൾ, ബുദ്ധിയും വിവരവും കുറച്ചൊക്കെ മനുഷ്യരുടെ നന്മയും ചിന്തിക്കുന്ന ആളുകളൊക്കെ കാണുന്നത് അതാണ്. അപ്പോൾ ഒരായത്തില്ലേ പ്രതിക്രിയ നടത്തുക. അഹിംസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും, വിഷയം അതന്നെ പറയേണ്ടി വരും. അതിൻ്റെ നല്ല വശവും അതിൻ്റെ ചീത്തവശവും ഒക്കെ ചർച്ച ചെയ്തിട്ട് വലിയൊരു വിഷയം അവതരിപ്പിക്കേണ്ടതാണ്. ഈ ആയത്ത് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ കുറച്ച് പറഞ്ഞു തരാം. അവിടെ ഖിസാസ് എന്നാണ്, കുത്തിബ അലൈക്കുമുൽ ഖിസാസ്. ഈ ഖിസാസ് എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പഠനം നടത്തുക എന്നുള്ള അർത്ഥത്തിനാണ്. കഥാകഥനം എന്ന് നമ്മൾ പറയാലോ, അതാണ് കസസ്. അവരവരുടെ കസസുകളിൽ ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ചേക്കാം എന്നൊരായത്തുണ്ട്. അത് നമ്മൾ പറയുന്ന ഇന്നത്തെ പഞ്ചതന്ത്ര കഥകളുടെ പോലും സ്ഥാനമില്ലാത്ത ഇന്നത്തെ ഈ ഹദീസ് കഥകളെ കുറിച്ചല്ല പറയണത്. ഖുർആനിലൊരു ആയത്തിലുണ്ട്, അവരുടെ കസസുകളെ കുറിച്ച് അവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി, ഏറ്റവും നല്ല കഥാകഥനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാമെന്ന് സൂറത്ത് യൂസുഫിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ കസസ് കിസാസ് എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അതിനെക്കുറിച്ച് പഠനം നടത്തുക, അതാണ് കസസ്. അന്വേഷണം നടത്തുക, മനസ്സിലായോ? വെറുതെ അല്ല, ഈ ഹദീസ് കഥകളല്ല. ഈ പഞ്ചതന്ത്ര കഥകളിൽ പോലും കുട്ടികൾക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള കഥകളുണ്ട്, പക്ഷെ ഹദീസിൽ അതുപോലും ഇല്ല. ഇത് വെറുതെ ഹദീസിന് അങ്ങോട്ട് വെറുതെ ഇല്ല എന്ന് പറയല്ല. ഹദീസുകളിൽ മനുഷ്യന് ഗുണകരമായ പഞ്ചതന്ത്ര കഥകളിൽ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ പോലും ഹദീസുകളിലില്ല. അപ്പൊ ഈ ആയത്തെ വിശദീകരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഖസസ് എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തുക, ഒരു വിഷയത്തിന്റെ ഒരു സംഭവത്തിന്റെ യഥാർത്ഥമായ വശം അന്വേഷിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇനി ഞാൻ പറയാം, ഇത് നിങ്ങൾ ചെയ്യണം. എവിടെ കത്തില ക്രൈമുകൾ നടന്നാൽ, കുറ്റകൃത്യങ്ങൾ നടന്നാൽ, ഒരു കത്തില നടന്നാൽ, ഒരു കുറ്റകൃത്യം, ഒരു കൊലപാതകമോ അതുപോലുള്ള ഏത് കുറ്റകൃത്യങ്ങൾ നടന്നാലും നിങ്ങൾ അതിൻ്റെ ശരിയായ വശങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അത് അൽ ഹുർറു, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിരിക്കുന്ന സ്വതന്ത്രരായ സർവ്വസ്വതന്ത്രരായ ആളുകളാണെങ്കിലും, വൽ അബ്ദു, അവിടുത്തെ നിയമങ്ങൾക്ക് വിധേയരായി കഴിയുന്ന ആളുകളാണെങ്കിലും, വൽ ഉൻസ, ആ രാജ്യത്തെ വീക്കായ പെണ്ണുങ്ങളല്ല. പെണ്ണുങ്ങളാണെങ്കിൽ അസ്സക്കറു ബിസ്സക്കരി എന്ന് വേറെ പറയേണ്ടിയിരുന്നു. അവിടെ അസ്സക്കറു ബിസ്സക്കരി എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഉൻസ പെണ്ണാണെങ്കിൽ അസ്സക്കറു ബിസ്സക്കരി എന്ന് വേറെ അവിടെ പറയണം. ഞാൻ പറഞ്ഞിട്ട് ഈ 3 പറഞ്ഞിട്ടുള്ളൂ, ഹുർ, അബ്ദ്, ഉൻസ. ഒന്ന് ഹുർ
പരമാധികാരത്തിലിരിക്കുന്ന സർവ്വ സ്വതന്ത്രരായ ആളുകളാണെങ്കിലും വൽ അബദ് എന്ന് പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കുന്ന ഒബീഡിയന്റ്, അതാണ് അബദ്. അടിമയല്ല. അടിമത്തം ഇസ്ലാമിലില്ല. അത് വേറൊരു വിഷയമാണ്. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒരു 4 മണിക്കൂർ തന്നെ സംസാരിക്കാൻ എന്നോട് പറയണം, അബദുണ്ടോ അല്ലേ എന്നുള്ളത് ചർച്ച ചെയ്യാൻ. അബദല്ല, ഒബീഡിയന്റ്, ഒരു നിയമത്തിന് അനുസരിച്ച് കഴിയുക, അതാണ് അബദ്. അപ്പൊ ഒരു നിയമങ്ങൾക്ക് അനുസരിച്ച് കഴിയുന്ന സാധാ പൗരനാകട്ടെ, ആ സമൂഹത്തിലെ ഉൻസ വീക്കായ ദുർബലരായ ആളുകളാകട്ടെ, ആരായാലും ഒരു സംഭവത്തിന്റെ ഒരു ക്രൈം നടന്നാൽ അത് അന്വേഷിക്കൽ നിങ്ങൾക്ക് നിയമമാണ്. അതിലാണ് നിങ്ങൾക്ക് ജീവിതമുള്ളത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളെ, അല്ലാതെ പേര് പറയുന്ന അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകളെ എന്നാണ്. ബുദ്ധിയല്ല. ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് ലുബുള്ളവർ, വെറും ബുദ്ധിയല്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഒരു ജീവന്റെ ഈ ഭൂമിയിൽ ജീവിതം നിലനിർത്തണമെങ്കിൽ അത് അത്യാവശ്യമാണ്, അത് നിങ്ങളുടെ നിയമമാണ് എന്നാണ് സൂറത്തുൽ ബഖറയിൽ ഒരു വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. പിന്നെ അതിൽ പറയേണ്ടത് എന്താണെന്ന് ഇന്ന ഇദ്ദത്തെ ഷുഹൂരി, അത് ഒന്ന് വിശദീകരിക്കേണ്ട, കുറച്ച് വിശാലമായി വിശദീകരിക്കേണ്ടതാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ വായിക്കണേ ഉള്ളൂ, ഇനി അത് വിശദീകരിക്കണില്ല. ഖുർആൻ മൊത്തം മാനവരാശിയെ കൂടെ നിർത്തുന്നു. ഇത് ഖുർആനിൻ്റെ ഒരു ഗുണമാണ്. അത് മനുഷ്യർക്കിടയിൽ സന്തുലിതത്വം നിലനിർത്തുന്നു. ഇതൊക്കെ വിശദീകരിക്കാൻ വിചാരിച്ചു പോകുന്നതാണ്. ഇതൊക്കെ വിശദീകരിക്കാമെന്ന നമ്മളെ സമ്മേളനത്തിൽ കഴിയും. അത് ശാന്തിയും സമാധാനവും മാനവരാശിക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഖുർആനിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട് ഖുർആൻ ആയിക്കൂടാണ്? മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളെ ഈ ഖുർആൻ ഉൾക്കൊള്ളുന്നു. വെറും ആത്മീയമായ കാര്യങ്ങളല്ല, ഖുർആൻ വേറിട്ട് നിൽക്കുന്നതാണ്. നിലവിലുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഖുർആൻ ഏതൊക്കെ മേഖലയിൽ വേറിട്ട് നിൽക്കുന്നുവെന്ന ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകാം, ഇല്ലാന്നല്ല പറയുന്നത്. ഉണ്ടെങ്കിൽ ഓക്കെ, നല്ലതാണെങ്കിൽ കൊണ്ടുവരി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലതാണെങ്കിൽ എടുക്കുക, മനുഷ്യരുടെ ഗുണത്തിനാണെങ്കിൽ കൊണ്ടുവരി, എടുക്കാം. ഇതിനേക്കാൾ നല്ലതൊന്ന് വേറുണ്ടെങ്കിൽ അതെടുക്കാം. അതാണ് നമ്മൾ പറയുന്നത്. ജീവിതത്തിലെ എല്ലാ അടിസ്ഥാന വശങ്ങളെയും ഈ ഖുർആൻ സ്പർശിക്കുന്നു. ഖുർആനിൻ്റെ സമഗ്രത അത് ഗ്രഹിക്കുന്നതിന് മറ്റ് സ്രോതസ്സുകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു. ഒക്കെ പറയേണ്ടതാണ്. ഹദീസ് എന്തുകൊണ്ട് വേണ്ടാന്നുള്ളത് വളരെ സവിസ്തരം വിശദീകരിക്കേണ്ട ഒരു പോയിന്റാണത്. ഖുർആൻ ഋജുവും സരളവും ലളിതവുമായിരിക്കുന്നു. അതിൻ്റെ വിഷയം വളരെ ഗഹനമായിരുന്നിട്ട് കൂടി ഖുർആൻ ഋജുവാണ്, സരളമാണ്, ലളിതമാണ്. പക്ഷെ അതിൽ പ്രതിപാദിക്കുന്ന വിഷയമാകട്ടെ ഗഹനവുമാണ്. അതിൻ്റെ ഭാഷാശൈലിയും കാവ്യാത്മകതയും കൊണ്ട് അത് മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്. ഓരോ വായനക്കും പുതിയ പുതിയ അറിവുകൾ ലഭിക്കത്തക്ക വിധം ആശയസമ്പന്നമാണത്. വ്യക്തമായ മാർഗദർശനം ഇതിലുണ്ട്. ഇതിൻ്റെ വായന അറിവിൻ്റെ ആലസ്യമല്ല, പ്രവർത്തനത്തിനുള്ള ഉത്തേജനമാണ് ഇത് നൽകുന്നത്. പ്രശ്നപരിഹാരത്തിന് ബുദ്ധിപരമായ ശേഷി കൂടി പ്രയോഗിക്കേണ്ട ആവശ്യകത ഖുർആൻ ഊന്നിപ്പറയുന്നു. വാളുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നവരോട് പേന കൊണ്ട് എങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വാളുകൊണ്ടായിരുന്നു ഒരു ജനത പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. ആ ജനതയോട് പറഞ്ഞു, മനുഷ്യരെ വാളുകൊണ്ടല്ല, പേന കൊണ്ടും അറിവ് കൊണ്ടും എങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്ന് ഇത് ലോകത്തെ പഠിപ്പിച്ചു. വായനയുടെ മഹത്വം അത് ഉദ്ഘോഷിക്കുന്നു. വായനയുടെ മഹത്വം എത്രമാത്രം ഉന്നതമാണെന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. അറിവ് നേടുന്നതിലൂടെയേ സ്വാതന്ത്ര്യം സാധ്യമാവുകയുള്ളൂ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഭക്തി വിജ്ഞാനം ആർജിക്കുന്നതിലൂടെയാണെന്ന് സമർത്ഥിക്കുന്നു. മറ്റത് ഭക്തി ഇല്ലേന്ന് ചോദിച്ചു. ഞാനിത് ആദ്യം വേറൊരാൾക്ക് വായിച്ച് കളിപ്പിക്കും ഇതൊക്കെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എതിര് ഓരോരുത്തർ പറയും. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിലൊന്ന് പറഞ്ഞതാ, ഭക്തി അല്ല അറിവില്ലെങ്കിലും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭക്തി ഉണ്ടാവും, പക്ഷെ കപട ഭക്തി ഉണ്ടാവുള്ളൂ, ശരിയായ ഭക്തി ഉണ്ടാവില്ല. അതാണ്, ശരിയായ ഭക്തിക്ക് അറിവ് അത്യാവശ്യമാണ്. ഒരുവന്റെ ഭക്തി പ്രകടനം അവന്റെ സഹജീവിക്ക് സൗകര്യം ചെയ്തു കൊടുക്കലാണെന്നത് ഉപദേശിക്കുന്നു. ഒരുവന്റെ ഭക്തി പ്രകടനം താടിയുടെ നീളം കൂട്ടലോ, മീശ വടിച്ചു കളയലോ, വേഷപ്രസന്നനാകലോ, ചുണ്ടുകളുടെ മന്ത്രങ്ങളോ അല്ല, മറിച്ച് തൻ്റെ സഹജീവിക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലാണ് എന്ന് ഈ ഖുർആൻ ഉപദേശിക്കുന്നു. അതിലാണ് നിങ്ങളുടെ ഭക്തി തെളിയിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന് അടിമപ്പെടുന്നതിലൂടെ ഭൂമിയിലെ മറ്റെല്ലാ അടിമത്തങ്ങളിൽ നിന്നും മാനവരാശിയെ ഇത് സ്വതന്ത്രമാക്കുന്നു. എന്തിനാണ് അള്ളാഹ്ക്ക് അടിമപ്പെടുന്നത്?
എല്ലാ അടിമത്തത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നോടാരോട് ചോദിച്ചു, സൽക്കർമ്മം ചെയ്താൽ പോരെ, എന്തിനാ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം? നിങ്ങൾ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ കഴിഞ്ഞ സെക്ഷനിൽ. ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ഇപ്പം അല്ലാന്നാണ് തെളിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഈ രാജ്യം കുട്ടിച്ചോറാവും. കയ്യൂക്കില്ലാത്ത ആളുകളുടെ മേൽ സർവായുധങ്ങളും ഉപയോഗിച്ച് അവനെ മുഴുവൻ തൻ്റെ കീഴിലാക്കി അവൻ്റെത് മുഴുവൻ പിടിച്ചടക്കുന്ന ഒരു അവസ്ഥാവിശേഷം ലോകത്ത് വരും. ഒരു ഗ്രാമമായാലും ഒരു രാജ്യമായാലും അവിടെ ഒരു നാഥനില്ല എന്ന് വരുമ്പോൾ, ഒരു ഭരണഘടനയോ അവരെ നിയന്ത്രിക്കാനോ അവർക്ക് മുകളിൽ ഒരു ശക്തിയില്ല എന്ന് വരുമ്പോൾ, കയ്യൂക്കുള്ളവൻ അവൻ്റെ സർവാധികാരവും ഉപയോഗിച്ച് കയ്യൂക്കില്ലാത്ത പാവങ്ങളെ ചൂഷണം ചെയ്യുകയും അവൻ്റെ ഉള്ളത് മുഴുവൻ കൈയടക്കി വെക്കുകയും അക്രമങ്ങൾ രാജ്യത്ത് വ്യാപിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലായത്. അതിനപ്പുറം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചിന്തിക്കാം. ഇതാണ് ഖുർആൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യകത, ഒരു സൃഷ്ടാവ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതിൻ്റെ ആവശ്യകത ഊന്നിക്കൊണ്ട് പറയാനുള്ള ഒരു കാരണമായി കാണുന്നത്. അതാണ് അള്ളാഹുവിന് അടിമപ്പെടുന്നതിലൂടെ മനുഷ്യരെ നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാവൂ, അവനനുസരിച്ച് കഴിയൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അള്ളാഹനെ മാത്രം പേടിക്കൂ എന്ന് പറയുമ്പോൾ വേറെ ഒന്നിനും നിങ്ങൾ പേടിക്കണ്ടെന്നാണ് അതിനർത്ഥം. ഒരു ജിന്നിനും പേടിക്കണ്ട, ഒരു മലക്കിനെയും പേടിക്കണ്ട, ഒരു ശക്തിനെയും പേടിക്കണ്ട, നിങ്ങൾ സ്വതന്ത്രരാകുന്നതാണ് അതിൻ്റെ അർത്ഥം. അതൊരു ബുദ്ധിയാണ്, അതൊരു ഭയങ്കര ബുദ്ധിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങളെ അറിയില്ല. നിങ്ങൾ ദൈവത്തെ മാത്രം, ആ ദൈവമാകട്ടെ എവിടെയാണ്? അത് നിങ്ങളിൽ തന്നെയുമാണ്. ഇനി എന്തിനാ നിങ്ങൾ ആരെയും പേടിക്കേണ്ടത്? ജിന്നിനെ പേടിക്കണോ? വേണ്ട. ഇരുട്ടിനെ പേടിക്കണോ? വേണ്ട. വേറെ ആരെങ്കിലും പേടിക്കണം? ഒന്നിനും പേടിക്കണ്ട. കുട്ടിച്ചാത്തനെ പേടിക്കണോ? രാക്ഷസിയെ പേടിക്കണോ? രാക്ഷസനെ പേടിക്കണോ? വേറെ എന്തിനെങ്കിലും? ഒന്നിനെയും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇതിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ മാത്രം പേടിക്കൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നിനെയും പേടിക്കണ്ട എന്നാണ് അതിനർത്ഥം. സ്വതന്ത്രരാക്കുകയാണ് അവിടെ, മനുഷ്യരെ സ്വതന്ത്രരാക്കുക. ഒരു അടിമത്വവും വേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അനുസാരിയാകൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ആരിനെയും നിങ്ങൾ അടിമപ്പെടണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ ഇനി ഖുർആനിൽ പറയാനുള്ളത്? വേറെ ഒന്നിനും നിങ്ങൾ അടിമപ്പെടണ്ട. അതുകൊണ്ടാണല്ലോ ഞാൻ ഒരിക്കൽ എപ്പോഴും പറയാറുണ്ട്, യൂറോപ്പിൽ ഇത് ഉൾക്കൊണ്ടിരിക്കണമെന്ന്. ഈ ഇത് ദൈവത്തിൻ്റെ മാത്രമേ അടിമപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ ഒന്നിനെയും പേടിച്ചിട്ട് എവിടെ ഇരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിന് പുരോഗതി ഉണ്ടായി. നമ്മളെ കുട്ടികൾ ഒരു ഇരുട്ടുള്ള റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാൻ പേടിയാണ്. അങ്ങനെ പേടിപ്പിച്ചിട്ടാണ് ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു തലമുറയെ വാർത്തെടുത്താൽ ആ തലമുറയിൽ നിന്ന് എന്ത് പുരോഗതി ഉണ്ടാവുന്ന പറയണത്? സായിപ്പിന് ഇതൊന്നും പേടിയില്ല. സായിപ്പ് ഈ പിന്നിലിതും വെച്ച് കെട്ടിയിട്ട് പിന്നെ പോവുകയാണ്, ബഹിരാകാശത്തേക്ക് പോവുക. അതുപോലെ ജിന്നിനുണ്ടോന്നൊന്നും അവർക്ക് പേടിയില്ല. ഹൗ കെയർ, ജിന്നുണ്ടായിക്കോട്ടെ, ആർക്ക് പ്രശ്നം? അവർ 7-ാം കടലിൻ്റെ അടിയിലേക്ക് പോവുക. ഒരു ജിന്നിനെ പേടിച്ചു. ഇപ്പം നമ്മുടെ സമൂഹം എവിടെയെന്നോ വിജനമായ സ്ഥലത്ത് ജിന്നുണ്ടോ ഇല്ലേ എന്നുള്ള തർക്കത്തിലാ. വിജനമായ സ്ഥലം തന്നെ ലോകത്തില്ല ഇപ്പൊ അവിടേക്ക്. ഇനി ഉണ്ടെങ്കിൽ തന്നെ സെക്കൻഡുകൾ കൊണ്ട് അതിനെ അതിശീഘ്രം മുറിച്ചു കിടക്കാൻ പറ്റുന്ന വാഹനങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ വിജനതയുടെ ആഴക്കടലിൻ്റെ വിജനതയുടെ കൂരിരുട്ടുകളിലേക്കാണ് ഒരു ഓക്സിജൻ സിലിണ്ടറും മുതുകത്ത് വെച്ച് കെട്ടി പരീക്ഷണ വസ്തുക്കളുമായി ആഴക്കടലിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ലോകത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം. അവർക്കൊരു ജിന്നിനും ചെയ്താനും പേടില്ല. ലോകം മുഴുവൻ ജിന്നിനും ചെയ്താനും പേടിച്ചിരുന്നിരുന്നുവെങ്കിൽ ലോകത്തിന് ഒരു ശിലായുഗം ആകൂല. ശിലായുഗത്തിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളെങ്കിലും ഉണ്ടാവും, അതും ഉണ്ടാവൂല. അതാ ശിലായുഗത്തിലേക്ക് പോകുന്ന ചിലവരോട് പറഞ്ഞപ്പോൾ മനുഷ്യവാസം തന്നെ ലോകത്തുണ്ടാവില്ല, എന്നോ ചത്തുപോയനെ ഒക്കെ. അതാ ഞാൻ പറഞ്ഞത്, ശിലായുഗത്തിലേക്കല്ല, മനുഷ്യവാസം തന്നെ ലോകത്തുണ്ടാവില്ല. മനുഷ്യർ ഒന്നിനെയും പേടിക്കാതെ കിട്ടിയ അറിവിൽ നിന്ന് അടുത്ത അറിവിലേക്ക്, ആ അറിവിൽ നിന്ന് അടുത്ത അറിവിലേക്ക്, ആ അറിവിൽ നിന്ന് അടുത്ത അറിവിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുത്ത് ലോകം പോയതുകൊണ്ടാണ് ഇതൊക്കെ വളരെ ഗഹനമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് എപ്പോഴെങ്കിലും ഈ CD കേൾക്കുകയാണെങ്കിൽ ഇരുന്ന് ചിന്തിച്ചോളെങ്കിൽ ഈ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഖുർആൻ അള്ളാഹുവിന് അടിമപ്പെടുന്നതിലൂടെ ഭൂമിയിലുള്ള മറ്റെല്ലാ അടിമത്തത്തിൽ നിന്നും മാനവരാശിയെ അത് സ്വതന്ത്രരാക്കുന്നു, മോചിപ്പിക്കുന്നു. മാനവരാശിയുടെ ഐക്യമാണ് ഭൂമിയിൽ ശാന്തിക്കും സമാധാനത്തിനും നിമിത്തമാവുക എന്ന് അത് ഉദ്ഘോഷിക്കുന്നു. ഐക്യം, മതം മാറ്റം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ആളുകൾക്ക് പേടിയാണ്. അതൊക്കെ കുറച്ച് വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ മതം മാറ്റമല്ല, മതം പരിവർത്തനം നിരോധിക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേടിയായി ആളുകൾ. അതൊക്കെ പറയാൻ അയക്കണമെന്നാണ്. അത് അങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ വേറൊരു രൂപത്തിലാണെന്ന് മനസ്സിലാക്കുക. മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ് വേണ്ടത്. ആളുകൾ അതാ മനസ്സിലാക്കിയിരുന്നത്. മനപരിവർത്തനമാണ് വേണ്ടത്, മതപരിവർത്തനമല്ല. ഇപ്പോ ശബരിമലക്ക് കൊണ്ടേ കൊടുക്കുന്ന കായ് വിമാന കമ്പനിക്കാർക്കും അറബികൾക്കും കൊണ്ടേ കൊടുക്കുക എന്നല്ല അർത്ഥം.
മതം മാറ്റം എന്ന് പറയുന്നത് അതാണ്. ഇപ്പം മതം മാറുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം മുറിച്ച് കളയാന്നാണ് അതിന്റെ അർത്ഥം. വേഷപ്രച്ഛന്നനാകാന്നാണ് അതിന്റെ അർത്ഥം. ഇവിടുന്ന് പഴനിന്ന് കളയുന്ന മുടി മക്കത്ത് പോയി കളയാന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ കൊടുക്കുന്ന കാളിക്ക് കൊടുക്കുന്ന ബലി അവിടെ മക്കത്ത് പോയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഇന്നത്തെ മതം മാറ്റം. നമ്മൾ പറയുന്നതല്ല, സഹോദര നീ ദേവദാസായിട്ട് അങ്ങനെ തന്നെ നിൽക്ക്, നീ ജോസഫായിട്ട് അങ്ങനെ തന്നെ നിൽക്ക്, നീ നിന്റെ സൃഷ്ടാവിന് വഴിപ്പെട്, നീ ഈ ശബരിമലക്കും വേളാങ്കണ്ണിക്കും മലയാറ്റൂർക്കും അവിടുക്കും ഇവിടുക്കൊക്കെ കൊണ്ടേ കൊടുക്കുന്ന കാശ് നിന്റെ തന്നെ സമൂഹത്തിന് കൊടുക്ക്. അതാണ് മതം മാറ്റം. ഇതാർക്കാ ഉൾക്കൊള്ളാൻ പ്രയാസം? ഇതാണ് ഇതിലൂടെ മാനവരാശിയെ ഐക്യപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറയണത്. ഇതിൽ ഐക്യപ്പെടുന്നതിന് എന്താ പ്രശ്നം? ഇതല്ലേ മതം മാറ്റം എന്ന് പറഞ്ഞാൽ അപ്പം പൊന്നാനിയ ചിന്ത, ശരീരത്തിന്റെ ഒരു ഭാഗം പോണിനെ കുറിച്ചാ ചിന്ത, വേഷപ്രച്ഛന്നനാകണതിനെ കുറിച്ചാ ചിന്ത. വേഷമൊക്കെ മാറി ആകെ താടിയൊക്കെ നീട്ടി മീസ പഠിച്ച് എതിരാകണം എന്നാണ് ഹദീസ്. താടി വെക്കാനുള്ള ഹദീസ് അതാണ്. ഞങ്ങൾ വരുമ്പോൾ വരെ ചർച്ച ചെയ്തു. ഇങ്ങനെയുണ്ട് ഒരു മതപ്രവാചകൻ ജൂത ക്രിസ്ത്യാനികൾക്ക് എതിരാകെ ഞങ്ങൾ താടി വെക്കണം, മീസ പഠിക്കണം. അങ്ങനെ ഒരു മതം പഠിപ്പിക്കാനുണ്ടോ? മനുഷ്യരെ ഐക്യപ്പെടാൻ ഇന്നത് ചെയ്യൂന്ന് പറയുകയാണെങ്കിൽ അത് ദൈവവാക്യാണ്, അത് നമുക്ക് മനസ്സിലാവും. ഒരു ഉറുമ്പ് തുണിയുടെ ഉള്ളിൽ പോയാലേ എങ്ങനെ മാണ്ടേണ്ടത്, മറ്റോരിങ്ങനെ മാന്തുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മാണ്ടണം. അവർ പല്ല് വലത്തുനിന്ന് കുത്തുകയാണെങ്കിൽ നിങ്ങൾ പല്ല് ഇടത്തുനിന്ന് കുത്തിക്കോളി. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? അവർ വലത്തെ ചെവിയെ തോണ്ടണമെങ്കിൽ നമ്മൾ ഇടത്തെ ചെവിയെ തോണ്ടുക. ഇങ്ങനെ എല്ലാത്തിനും എതിരാകാൻ പറയും നിങ്ങളെന്നാൽ. ഈ താടിമ മാത്രം എന്താ എതിരാകാൻ? താടിയിൽ മാത്രം എന്താ എതിരാകല്? ഒരു സംസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മതം മാറ്റം. ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് പേടിയായി, പടച്ചോനെ മതം മാറ്റം നിരോധിക്കണം, അങ്ങനെയൊക്കെ ഇപ്പോൾ മാസികയിൽ അടിക്കാൻ പറ്റുമോ? അതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതായിരുന്നു എന്നുള്ളത് ശരിയാണ്, അതിനോട് എനിക്ക് യോജിപ്പുണ്ട്. അപ്പം മതം മാറ്റം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന മതം മാറ്റം അതാണ്. ഇപ്പോൾ ശബരിമലക്കോ ഗുരുവായൂർക്കോ വേളാങ്കണ്ണിക്കോ പഴനിക്കോ തിരുപ്പതിക്കോ കൊണ്ടേ കൊടുക്കുന്ന കാശ് ഇന്ത്യൻ വലിയ വലിയ ഉന്നതന്മാരായ വിമാന കമ്പനിക്കാർക്കും മക്കത്തുക്കും കൊണ്ടേ കൊടുക്കുക. ഇവിടെ കളയണ മൂടി അവിടെ പോയി കളയാം. അതായത് 500 രൂപയ്ക്ക് ചെയ്യേണ്ട പണി 3 ലക്ഷത്തിന് ചെയ്യണമെന്ന് മാത്രം, വേറെ പണിയൊന്നുമില്ല. ഇവിടെ ചെയ്യുന്ന പ്രദക്ഷിണം അവിടെ പോയി ചെയ്യാം. വേറെന്താ മാറ്റം? അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഹജ്ജ് ഖുർആനിലില്ല. ഹജ്ജ് എന്നുള്ള വേർഡൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. 5x5 25 മിനിറ്റ് ചെയ്യേണ്ട സലാത്തല്ല ഖുർആനിൽ, 24 മണിക്കൂറും ചെയ്യേണ്ട സലാത്താണ് ഖുർആനിൽ. അതാ പറയണത്. ഇവർ മതത്തിൽ നിന്ന് കൊണ്ടുപോകല്ല, മതത്തിലേക്ക് കൊണ്ടുവരിക നമ്മൾ ചെയ്യണത്. ഇവർ വിചാരം എന്താണ്, ഇസ്ലാമിൽ നിന്ന് പറ്റുന്നൊക്കെ കൊണ്ടുപോകല്ല. 5x5 25 മിനിറ്റ് ദൈവസ്മരണ നിർത്തേണ്ട സ്ഥലത്തല്ല, 24 മണിക്കൂറും മനുഷ്യ ജീവിതത്തിൽ ദൈവസ്മരണം നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ചും ദൈവിക വിധിവിലക്കുകളുടെ സ്ഥാപനത്തെക്കുറിച്ചുമാണ് ഞങ്ങൾക്ക് പറയാനുള്ള സ്ഥലത്ത്. മനസ്സിലായോ? സിയാമിക്കാൻ പറ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളും നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അവർ നടത്തേണ്ട നിരന്തരമായ പോരാട്ടത്തെക്കുറിച്ചും പ്രതിഷേധത്തെക്കുറിച്ചും പറയുന്നതാണ് ഖുർആൻ പറയുന്ന ഹജ്ജ്. അത് ഓരോ സന്ദർഭങ്ങളിലും മനുഷ്യർ തന്നെ നിശ്ചയിക്കണം. ആരാ ഇതിനെ നിശ്ചയിക്കേണ്ടത്? മനുഷ്യർ നിശ്ചയിക്കണം. അത് എവിടുന്ന് കിട്ടി? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ. മനുഷ്യനാണത് ഫറളാക്കേണ്ടത്, അല്ലല്ല. ഇത് ആര് നിശ്ചയിക്കണം? മനുഷ്യൻ ഫറളാക്കണം. ഇപ്പൊ മാനവരാശിയുടെ ഒരു ജനതയുടെ നീതി നിഷേധവും അവരുടെ അവകാശ നിഷേധവും ഒരു രാജ്യത്ത് നടക്കുമ്പോൾ ആരാണിത് ഫറളാക്കേണ്ടത്? ആരാണിത് നിശ്ചയിക്കേണ്ടത്? ഇവിടെ ഒരു പ്രതിഷേധവും ഒരു പോരാട്ടവും ഇവിടെ നടത്തണമെന്ന് ആര് തീരുമാനിക്കണം? മനുഷ്യൻ തീരുമാനിക്കണം. അതെപ്പോൾ തീരുമാനിക്കണം? അവകാശങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും കൊണ്ട് അറിയപ്പെട്ട പീരിയഡുകളിൽ നിശ്ചയിക്കണം. അതാണ് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ. നീതി നിഷേധങ്ങൾ കൊണ്ടും അവകാശ നിഷേധങ്ങൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടും അറിയപ്പെട്ട മഅലൂമാത്തായ അശ്ഹുർ പീരിയഡുകളിലാണ് ഹജ്ജ് ചെയ്യേണ്ടത്. അത് ഏതെങ്കിലും ഒരു ജനത അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തർക്കിക്കാൻ പാടില്ല. നേതൃത്വത്തോടോ അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അതിനോട് പ്രതിവിപ്ലവം നടത്താൻ പാടില്ല. അതാണ് ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല. തർക്കിക്കാൻ പോകാൻ പാടില്ല. അതിന് ഇറങ്ങിയ തന്നെ. അവകാശ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയ തന്നെ. അതൊരു ചിട്ടയാണത്. പക്ഷേ നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ല അനുസരണക്കേടും ഭയപ്പെടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പരിശീലനങ്ങൾ നടത്തേണ്ടതുണ്ട്. നിങ്ങൾ നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കരുത്. കാരണം അത് ശത്രുക്കൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്ഥാനം കണ്ടുപിടിക്കാനും അവരെ പിടിച്ച് അക്രമത്തിലൂടെ അവരെ കീഴടക്കി ഈ മൂവ്മെന്റ് തന്നെ ഇല്ലാതാക്കാനും അത് പ്രേരകമാവും. അതുകൊണ്ടാണ് വലാ തഹ്ലിഖൂ റൂസക്കും, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ വട്ടമിടരുത്. ഇവർ പറയുന്ന മൊട്ടയടിക്കരുത്.
ഷേവ് ചെയ്യരുത്. ഇതൊക്കെ ഒരു വേദഗ്രന്ഥം പറയാനാ. ഒരു നബി സ്വപ്നം കണ്ടു തരേ, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ആമിനീന മുഹല്ലിക്കീന റഊസക്കും, എല്ലാവരും മൊട്ടയടിച്ച് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്ന നബിയുടെ സ്വപ്നം അള്ളാഹു സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഒരു പ്രവാചകന്റെ ഭയങ്കര കിനാവല്ലേ അത്. നേരെ മറിച്ച് നിർഭയരായിക്കൊണ്ട് ഈ മസ്ജിദുൽ ഹറാമിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ ആരെയും പേടിക്കാതെ അവരുടെ നേതൃത്വത്തിന്റെ കൂടെ പ്രവേശിച്ച് ഈ രാജ്യം ഒരു സമാധാനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ആ ദൂതന്റെ വിഷനായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. ആ സ്വപ്നമാണ് പ്രവാചകൻ അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുത്തത്. വേണമെങ്കിൽ എടുക്കാം, തർക്കിക്കാനാണെങ്കിൽ തർക്കിച്ചോളിയും, കുഴപ്പമില്ല. അത് വലിയ വിഷയമാണ്. അല്ലാതെ വലാ തഹലിക്കോ റൂസൊക്കെ മൊട്ടയടിക്കരുതാണ്. ഹലക്കാന്ന് പറഞ്ഞാൽ ഹൽക്കാന്ന് പറഞ്ഞാൽ വിക്ര ഹൽക്കാന്നൊക്കെ കേട്ടിട്ടില്ല, റൗണ്ടാകുക എന്നാണ്. നിങ്ങളുടെ റൂസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെഡുകൾ, ഹെഡ് ഓഫ് ദി ലീഡേഴ്സ്, ലീഡർമാരെ നിങ്ങൾ വലയം ചെയ്ത് നിൽക്കരുത്. ഒരു പോരാട്ടത്തിനും ഒരു പ്രതിഷേധത്തിനും ഒരു പ്രകടനത്തിനും നിങ്ങൾ ഇറങ്ങുമ്പോൾ ശത്രുക്കൾ നേതാക്കന്മാരുടെ സ്ഥാനം കണ്ടെത്തിയാൽ ആദ്യം അവരെ കീഴടക്കി ഈ മൂവ്മെന്റ് തന്നെ ഇല്ലാതാക്കും, ഈ വിപ്ലവം തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് അവരെ നിങ്ങൾ വലയം ചെയ്ത് നിൽക്കരുത്. ഇത് വിശാലമായൊരു ആശയമാണ് പറയുന്നത്. അത് പറയാൻ കുറച്ച് അതായി തന്നെ ഒരു വിഷയം പറയണം. അപ്പം ഞാൻ പറയുന്നത് മാനവരാശിയുടെ ഐക്യമാണ് ഭൂമിയിൽ ശാന്തിക്കും സമാധാനത്തിനും നിമിത്തമാവുന്നത് എന്ന് അത് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. ഹജ്ജ് അങ്ങനെ മുഴുവൻ ഓരോന്നും പറയണം. ഞാനത് അതിനായിട്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഹജ്ജ് പറഞ്ഞു സ്വലാത്ത് 5x5, അതല്ല 24 മണിക്കൂറുള്ളത്. നിരന്തരം മനുഷ്യർക്ക് ആവശ്യമായി വരുമ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആർഗ്യുമെന്റ്സ്, അതാണ് ഹജ്ജ്, ഹുജ്ജത്ത്, ഹജ്ജ യഹുജ്ജു ഹുജ്ജത്ത്, ആർഗ്യുമെന്റ്സ് ആണത്. ആ ആർഗ്യുമെന്റ്സ് ആണ് നടത്തേണ്ടത്. അതാണ് ഹജ്ജ യഹുജ്ജു. നമ്മുടെ നാട്ടിലെ താത്താര് പറയും ഓൻ ഒരു ഹുജ്ജത്തും ഇല്ല എന്ന് പറയും. നാട്ടിലെ താത്താര ഭാഷയാണത്. ഒരു ഹുജ്ജത്തും ഇല്ല അവൻ. 24 സ്ഥലത്ത് ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. 13 സ്ഥലത്തും ഒരു ആർഗ്യുമെന്റ്സ് തന്നെ പറയുന്നത്. തിൽക ഹുജ്ജത്തുന അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിമ ലാ ഹുജ്ജത അലൈഹിം. അവർക്ക് ഒരു ആർഗ്യുമെന്റ്സും ഒരു തെളിവില്ല. അതാണ് ഹജ്ജ യഹുജ്ജു ഹുജ്ജത്ത്, ഹിജജ്, ഹാജാത്ത് ആവശ്യം, ഹാജത്ത് ആവശ്യം. അത് വിശദമായി പറയണ്ട. അപ്പം ഞാൻ പറയുന്നത് എന്നെങ്കിലും ജീവിതത്തിൽ ഒരു 10 ദിവസം ചെയ്യേണ്ടതല്ല, മനുഷ്യർക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ചെയ്യേണ്ട നിരന്തരമായ ഒരു കർമ്മമാണ് ഖുർആൻ പറയുന്ന ഹജ്ജ്. ഇനിയോ സിയാമ്, ഏതാനും ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കി അതിൻ്റെ 4 ഇരട്ടി വിശിഷ്ട ഭക്ഷണം കഴിച്ച് സാധാരണ 7000 റുപ്യാണ് മറ്റേ പലർക്ക് കടയിലെങ്കിൽ റമളാൻ മാസത്തിൽ 25,000 ആയിരിക്കും പറ്റ്. ഇങ്ങനെ ചെയ്യുന്ന ഈ നാടക നോമ്പല്ല, ഈ കപടഭക്തിയല്ല ഖുർആന് പറയാനുള്ളത്. മറിച്ച് ഖുർആന് പറയാനുള്ളത് ദൈവികമായ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് മുഴുവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് നേടുന്ന പരിശീലന പ്രക്രിയയാണ്. അതാണ് സിയാമ്. അതാണ് സിയാമ്. ദൈവിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെ മുഴുവൻ ടു സ്റ്റോപ്പ്, നിർത്തൽ ചെയ്തുകൊണ്ട് ദൈവിക വിധിവിലക്കുകൾക്കനുസരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളെ നിരന്തരമായി അതിനെ പരിശീലനം നേടുക. അതാണ് സിയാമ്. അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അത് ഓരോ വിശദമായിട്ട് ഞാൻ 1-2 ഖുതുബയിൽ കുത്തിബ അലൈക്കും സിയാമ് മുതൽ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ വരെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഞാൻ. അതാണ്. ഇനി അവിടുന്ന് വേണമെങ്കിൽ കുറച്ച് ഒരു ലേശം അത് പറയാം. അതിലെ യുക്തിരാഹിത്യങ്ങൾ എത്രയെന്നോ. ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ഒരാൾ പോത്തിനെ കൊന്നാൽ ഒരു പോത്തിനെയും കൂടി കൊല്ലുക. എന്താണ് എനിക്ക് മനസ്സിലായി. ഇതാണ് യുക്തി ചോദിക്കരുതെന്നാണ്. ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് വലാ തഖ്തുലു സൈദ വഅൻതും ഹുറുമുൻ, ഇഹ്റാം കെട്ടിയാൽ ഞങ്ങൾ വേട്ടയാടരുത്. വേട്ടയാടിയാൽ എന്താ? ഒരു പോത്തിനറുക്കുക, അതിന്റെ പ്രായശ്ചിത്തതാ. ഈ പോത്തിന്റെ കളർ നിശ്ചയിക്കാൻ ആര് വേണം? 2 ജഡ്ജിമാർ വേണം. റവ അദിലിമിങ്കും പോത്തിന്റെ കളർ നിശ്ചയിക്കാനേ. എന്താ പിന്നെ അവിടെ എന്താ സംഗതി പറയണെന്ന് പറഞ്ഞാല്, ഹുറും എന്ന് പറഞ്ഞാൽ ഹറമാന്ന് പറഞ്ഞാൽ തടയുകയാണ്. നമ്മളും ഒരു സമൂഹവുമായി കുറെ നിയമങ്ങൾ കൊണ്ട് തടയപ്പെട്ട ലോസുണ്ട്, നിയമങ്ങളുണ്ട് വേറൊരു സൊസൈറ്റിയൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പോരാട്ടത്തിലോ മറ്റോ ആ രാജ്യത്തുനിന്ന് ഒരു ഇരയെ നിങ്ങൾക്ക് കിട്ടിയാൽ അതാണ് അവിടെ. അതാണ് കത്തലാന്ന് പറഞ്ഞാൽ തന്നെ പോത്തിനെ കൊല്ലല്ല, മനുഷ്യനെ കൊല്ലണീന കത്തലാന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഇരയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ അതിനെ കൊന്നു കളയരുത്. അതാണ് വലാ തഖ്തുലു സൈദ, ഒരു ഇരയെ നിങ്ങൾ കൊന്നു കളയരുത്.
എപ്പോൾ അന്തും നിങ്ങൾ ആയിരിക്കുന്ന വേളയിൽ, എന്തായിരിക്കുന്ന വേളയിൽ, ഹുറുമുൻ പ്രോഹിബിറ്റഡായ നിയമങ്ങൾ കൊണ്ടും മറ്റും ഏതെങ്കിലും ഒരു സമൂഹവുമായി നിയമങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വിലക്കുകളുടെയോ കരാറുകളുടെയോ വിലക്കുകളുണ്ടെങ്കിൽ ഒരു ഇരയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയരുത്. അതിനി എന്ത് ചെയ്യണം? അവൻ അതിനങ്ങനെ ചെയ്താൽ അതിനുള്ള ഈ വിലക്കുകൾ, ഈ ദൈവിക മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് അവൻ അതിൻ്റെ പരിശീലനം നേടണം. അതാണ് സിയാം. അതാര് നിശ്ചയിക്കണം? അത് ഭയങ്കര ഭീകരമായ ഒരു കുറ്റമാണത്. അതുകൊണ്ട് അതാണ് ഒരു അതിൽ പോരാനാ, റവ അതിലിന്ന നീതിമാന്മാരായ 2 ബെഞ്ച് വിധിക്കണമെന്ന അവൻ എന്ത് അവൻ്റെ ശിക്ഷ. ഹജ്ജിന് പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ തടഞ്ഞു വെച്ചാൽ അപ്പോൾ അവനെന്താ പണിയുന്നോ? ഒരു തെളിമൃഗം മക്കത്തേക്ക് എത്തിക്കുക. ഞാൻ ഇങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ പാകിസ്ഥാനിൻ്റെ ജയിലിലടച്ചു. അപ്പം ഞാനെന്താണോ അവിടുന്ന് ഒരു പോത്തിനെ മക്കത്തേക്ക് എത്തിക്കുക. അതാണ് പോയി അതിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി പോരാട്ടവും ആ പോരാട്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സമാധാന ജീവിതവും നിങ്ങൾ ദൈവിക വ്യവസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കണം. ഫൈൻ ഉഹസിർത്തും, നിങ്ങൾ ആരെങ്കിലും അതിൽ നിന്ന് തടഞ്ഞാൽ, പ്രിസണറാക്കിയാൽ, ജയിലിൽ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ആശയം അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രിസണറാ. അപ്പോൾ ഫമൈസ്തൈസറ മിനൽ ഹദി, ലഭ്യമായ മാർഗനിർദ്ദേശം അതാ ഹദി. ഇതെന്തായിരിക്കണോ? തെളിമൃഗം. ഹദാ യഹ്ദി, ഹദി എന്ന് പറഞ്ഞാൽ ഹിദായത്താണ്, ഗൈഡൻസ് ആണ്. കിട്ടിയ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പൊ ഇവരെന്താണ്? അപ്പൊ പുതിയ കായെത്തിച്ചാൽ മതിയെന്ന്, പൈസ എത്തിച്ചാൽ മതിയെന്ന്, പൈസ മതിയെന്ന്. ഇത് പ്രായോഗിക അല്ലാതെ കണ്ടപ്പോഴേ പൈസ എത്തിച്ചാൽ മതി മക്കത്തേക്ക്. ഇങ്ങനെ പോവാൻ. അപ്പോൾ ഈ സിയാമുമായി മാത്രം ബന്ധപ്പെട്ട 1-2 കാര്യം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദവിവരം കിട്ടും. ഇത് ലോകത്തിപ്പോൾ ചർച്ച ചെയ്യണത് വെറുതെ പറയാൻ. നിങ്ങൾ ഒരാളില്ലെങ്കിൽ ഇത് കിട്ടൂല. അതൊക്കെ വെറുതെ മൗഢ്യാണ്. ഒരാളിലല്ല ദൈവത്തിൻ്റെ വേദത്തിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല. അതൊക്കെ മൂഢവിശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് കിട്ടും. ഇത് മാനവരാശിക്ക് ഈ സന്മാർഗം കിട്ടും. അങ്ങനത്തെ അത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഏത് കുറ്റവാളിയുടെയും വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ട് അവനിൽ. ഇത് നമുക്ക് തോന്നുകയാണ് ഒരാളില്ലെങ്കിൽ ഇത് കിട്ടൂലായിരുന്നു. അതൊക്കെ വെറും മൗട്ടി. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇതിനിപ്പോൾ ഈ ഒരു വേദത്തിൻ്റെ വ്യാഖ്യാനമായി നിങ്ങൾ എടുത്താൽ തന്നെ ലോകത്ത് കണ്ണ് തുറന്നിരിക്കും. കണ്ണിങ്ങനെ തുറന്നിരിക്കും. ഇത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരാൾക്ക് ആകാശത്തുനിന്ന് പൊട്ടി വീണ വിവരമൊന്നും അല്ലത്. നമ്മുടെ ചുറ്റുപാട് വീക്ഷിക്കും. ഒരു ഉറുമ്പിനെ വീക്ഷിക്കും. നിങ്ങൾക്ക് വേണ്ട വിജ്ഞാനം ആ ഉറുമ്പിൽ നിന്ന് കിട്ടും. അതറിയോ നിങ്ങൾക്ക്? ഒരു ഉറുമ്പിൽ നിന്ന് ലോകത്തിന് വേണ്ട വിജ്ഞാനം ഒരു മനുഷ്യന് കിട്ടും. അവൻ്റെ ജീവിതം സുഖകരമാക്കാൻ ഒരു ഉറുമ്പിൽ നിന്ന് കിട്ടും വിജ്ഞാനം. അതാണ് ഖുർആൻ. ഒരു ഗൈഡൻസാണത്, ഒരു മാർഗനിർദ്ദേശമാണത്. അപ്പോൾ അതുകൊണ്ട് ഒരാളതിൽ ഉയർത്തി, ഒരാളെ താഴ്ത്തും വേണ്ട, ഒരാളെ ഉയർത്തും വേണ്ട. നമ്മളൊക്കെ വന്നെന്നെ. എനിക്ക് ഈ ജനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. അതറിയോ? ഈ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ അവരോട് സംസാരിക്കും. എൻ്റെ ഗുരു നിങ്ങളാണ് സത്യത്തിൽ. പറയാൻ ഏൽപ്പിക്കണമെന്നേ ഉള്ളൂ. ഇതിനേക്കാൾ വിവരമുള്ള ആൾക്കാർ ഇതിൽ ഇഷ്ടം പോലെയാണ്. അപ്പം എന്താ പറയണത്? ഇത് വിജ്ഞാനം എന്ന് പറയുന്നത് ഒരാളെ അള്ളാഹു അങ്ങനെ. അത് ഞാൻ എവിടെ ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഒരു കാസറ്റ് കേട്ടു. മനുഷ്യന് അവൻ്റെ ജീവവായു എത്രമാത്രം മറ്റൊരാളുടെ ആശ്രയമില്ലാതെ കിട്ടുന്നുവോ, അവൻ്റെ ജീവൻ നിലനിൽക്കാനുള്ള ജലം മറ്റൊരാളുടെ ആശ്രയമില്ലാതെ അവന് എത്രമാത്രം എളുപ്പത്തിൽ ലഭ്യമാകുന്നുവോ അതിനേക്കാൾ എളുപ്പത്തിൽ ലഭ്യമാകേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ ഗൈഡൻസ്. അതറിയോ? എനിക്കെൻ്റെ ജീവവായു കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ എനിക്ക് ഗൈഡൻസ് കിട്ടണം. അതുണ്ട്, നിങ്ങളിലുണ്ട്. അതിനൊരു സഹായം വേണമെങ്കിൽ ഇതിനാക്കിക്കോളിന്നേ എനിക്ക് പറയാനുള്ളൂ. അത് ഒരു വിശാലമായ തലത്തിൽ പറയേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ പറയാതെ എങ്ങനെയാണെന്നുള്ളത്. മനുഷ്യർക്കിടയിലെ ഉച്ചനീചത്വങ്ങളെയും ഭിന്നതകളെയും അത് അപലപിക്കുന്നു. അങ്ങ് കുറേ പോയിന്റ് വായിച്ചിട്ട് കാര്യമില്ല. ഈ സിയാമും കൂടി ഒരു ലേശം പറ. അപ്പം ഞാനിൽ ദൈവത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. പക്ഷേ അവർ എൻ്റെ കൽപ്പനകൾക്ക് അവർ ആൻസർ ചെയ്യണം. എന്നാലേ അവർക്ക് ഉത്തരം കിട്ടുള്ളൂ. അതാ പറയുന്നത്, വൈദാസാല കൈപാടി. ഞാൻ ചോദിച്ചു, ഈ പട്ടിണി കിടക്കുന്ന ആൾ അള്ളാനെ മനസ്സിലാക്കിയിട്ട് പിന്നെന്താ അയാൾ അള്ളാനെ കുറിച്ച് ചോദിക്കണത്? അള്ളാനെ മനസ്സിലാക്കി, നബിനെ മനസ്സിലാക്കി, പരലോകം മനസ്സിലാക്കിയിട്ടാണ് മൂപ്പര് പട്ടിണി കിടക്കാൻ തയ്യാറായിരിക്കുന്നത്. അയാൾ പിന്നെന്താ അള്ളാനെ കുറിച്ച് ചോദിക്കണത്? വൈദാസാല കൈപാടി, എൻ്റെ പീപ്പിൾസ്, എൻ്റെ ജനങ്ങൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. അപ്പൊ നീ പറയണം, ഫൈനി കരീബ്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ.
ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യാം. പക്ഷേ നിങ്ങൾ വെറുതെ ചോദിച്ചിരുന്നിട്ട് കാര്യമല്ല, ഒരു നിബന്ധന നിങ്ങൾ പാലിക്കണം. എൻ്റെ യസ്തജീബൂലി, എൻ്റെ കുറച്ച് കോളുകളുണ്ട്, എൻ്റെ കുറച്ച് കൽപ്പനകളുണ്ട്, അതിന് ആൻസർ ചെയ്യും. ആൻസർ ചെയ്യാതെ കിട്ടുകയില്ല. അത് നിങ്ങൾ എത്ര തലകുറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളെ ദുനിയാവ് മുഴുവൻ ദ്വയർന്നിരുന്നാലും ഈ മൊബൈൽ ഇവിടെ തന്നെ ഇരിക്കും. ഈ മൊബൈൽ ഇവിടെ തന്നെ ഇരിക്കും. ഇത് വന്നിട്ടാണ് എടുത്തോണ്ടായാൽ കിട്ടുന്നത്. മരിക്കുന്നവരെ ദ്വയർന്നിട്ട് പടത്തോനെ ആ മാസം മൊബൈൽ എൻ്റെ പോക്കറ്റിൽ കൊന്നെങ്കിൽ വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക എന്നല്ലാതെ അത് അനങ്ങൂല. അതിനാണ് എൻ്റെ കുറച്ച് കോളുകളുണ്ട്, ആ കോളുകൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യൂ, എന്നാൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം. പിന്നെന്താ ചെയ്യേണ്ട? ഒരു നിബന്ധനയും കൂടിയുണ്ട്. ഫൽയുമിനൂബി, എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ സമാധാനമുണ്ടാക്കൂ. അതാ മൂമിൻ. വിശ്വസിച്ചിരിക്കല്ല. ഇവർ മൂമിൻ എന്ന് പറഞ്ഞാൽ അപ്പം വിശ്വസിച്ചിരിക്കാന്ന് വെക്കും. ഞാൻ പറഞ്ഞു അള്ളാന്റെ വിശേഷണം പറയണ്ടല്ലോ, അള്ളാഹു അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ ജബ്ബാറുൽ അസീസുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാന്റെ വിശേഷണം എണ്ണി പറയുന്നുണ്ട്, ക്വാളിറ്റീസ്. അതിലൊരു ക്വാളിറ്റി മുഅ്മിൻ എന്നാണ്. അള്ളാഹ് വിശ്വസിക്കുന്നവെന്ന് അല്ല. അള്ളാഹ് ആരില്ല വിശ്വസിക്കുന്നത്? അള്ളാഹ് ലോകത്തിന് സമാധാനം നൽകുന്നവൻ എന്നാണ് ആ ഗുണം. അമിന എന്ന് പറഞ്ഞാൽ സ്വയം സുരക്ഷിതനാകുക. അമന, അതിനെ നീട്ടി വായിക്കുമ്പോഴാണ് ആമന, സുരക്ഷിതത്വവും സമാധാനവും മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ആ വിശേഷണമാണ് അള്ളാഹ്ക്കിട്ട വിശേഷണം. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നവൻ എന്ന അർത്ഥം കൊടുത്താൽ അള്ളാഹു മുഅ്മിനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ആരിലാ വിശ്വസിക്കുക? അതാണ് മുഅ്മിൻ, സമാധാനം പ്രൊവൈഡ് ചെയ്യുന്നവൻ. അതാണ് ഫൽയുമിനൂ ബി, എൻ്റെ നിയമവ്യവസ്ഥ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം. അപ്പോൾ ആരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു മുഹമ്മദ് നബി മെഹ്റാജിൻ്റെ അന്ന് അള്ളാഹനെ കണ്ടില്ലായിരുന്നു. കണ്ടിക്കണു എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ മുഹമ്മദ് നബി എത്തിയപ്പോൾ അള്ളാഹുവിനെ കണ്ടു. അത് കാണും, അവർക്ക് എത്തണം. മസ്ജിദുൽ അഖ്സയിൽ മുഹമ്മദ് നബി എത്തിയപ്പോൾ അള്ളാഹുവിനെ കണ്ടു. അതാണ് ലിനുരിയഹു മിൻ ആയാതിന വലഖദ് റആഹു നസ്ലത്തൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് അള്ളാഹുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹയിലേക്ക് എത്തണം. അതെന്താ? അത് അള്ളാഹുവിനെ കണ്ടെത്തും എന്നതുപോലെ നിങ്ങൾക്ക് ഞാൻ എവിടെയെന്ന് അറിയണോ? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യണോ? വരൂ മക്കളെ, രണ്ടെണ്ണം ചെയ്യണം. ഒന്ന്, എൻ്റെ കോളുകൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യൂ, ഉത്തരം തരൂ. രണ്ട്, നിങ്ങൾ ഭൂമിയിൽ സമാധാനമുണ്ടാക്കൂ. എങ്ങനെ സമാധാനം ഉണ്ടാക്കേണ്ടത്? ബി, എന്നെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വിധിവിലക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ വഴിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. നിങ്ങൾ എത്തിപ്പെടും. ഇനിയാണ് പറയുന്നത്, ഇതുവരെ ഞാൻ 2 ഖുതുബകളിൽ വിശദീകരിച്ചെത്തിയതാണ്. ഇനിയാണ് പറയുന്നത്, ഉഹില്ലലക്കും, നിങ്ങളിൽ അനുവദിക്കപ്പെട്ടിരുന്നു, നിങ്ങളിൽ നിയമമാക്കപ്പെട്ടിരുന്നു, നിങ്ങളിൽ ഒരു ലോഫുള്ളായിട്ട് നിയമമായി നിങ്ങളിൽ നടമാടിയിരുന്നു. അള്ളാഹ് നിയമമാക്കിയതല്ലട്ടില്ലേ, അതിന് അഹല്ലല്ലാഹു എന്നാ പറയാം. അതിന് കർത്താവ് അള്ളാഹു എന്ന് പറയും, അല്ലെങ്കിൽ സന്ദർഭത്തിന് മനസ്സിലാവും അത് അള്ളാഹു ആണ്. ഇവിടെ ഉഹില്ല എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയയാണ്. ലുരിബ സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിന് അടി കിട്ടിയെന്ന. ആരാ അടിച്ചെന്നറിയില്ല, അടി മുതുവത്ത് കിട്ടി, കർത്താവില്ല. അതേ ക്രിയ തന്നെയാണ് ഉഹില്ല, നിയമമാക്കപ്പെട്ടു. ആരാണ് ആ സമൂഹത്തിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നതെന്ന് അറിയില്ല. ആരോ അവിടെ നിയമമാക്കപ്പെട്ടിരുന്നു, ആരാന്നറിയില്ല. ആരാലോ ആ സമൂഹത്തിൽ ഒരു നിയമമായി അവിടെ നിന്നിരുന്നു എന്ന് ലൈലത്തുൽ സിയാമി, ഒരു ലൈലത്തുൽ ഖദറിൽ ഞങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്തു. ലൈലത്തുൽ ഖദർ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടോ? നിർണായകമായ രാത്രി. ഇനി രാത്രി നിർണായകമായി തീർന്നു. ഇനി ഒരടി മുന്നോട്ട് പോയാൽ ലോകം തന്നെ നശിക്കുമെന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ ലോകം എത്തിപ്പെട്ടു. അതാണ് രാത്രി നിർണായകമായ തീരുമാനം എന്നൊക്കെ പറയില്ല. അതാണ് രാത്രി നിർണായകമായി തീർന്നു. രാത്രി 12 മണിയായി. ഇനി നേരം വെളുക്കാൻ പറ്റൂല, കൂരിരുട്ടായി. അതാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളെയും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഒരു ഇരുളടഞ്ഞ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നിയമമാക്കപ്പെട്ടിരുന്നു. ആ സമൂഹം നിയമമായി കണ്ടിരുന്നു. ഇനി ഇതുപോലെ
ദുർബലരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെയും ഒരു ജനതയുടെ അവകാശം ഈ രൂപത്തിൽ നിഷേധിക്കപ്പെട്ട് ഈ രാത്രി നിർണായകമായി തീർന്ന ഈ രാത്രി ഇനി മുന്നോട്ട് പോയാൽ ലോകം തന്നെ ഇല്ലാതായി പോകുമെന്ന അവസ്ഥാവിശേഷം ഒരു രാജ്യത്ത് എത്തിയപ്പോൾ അങ്ങനത്തെ ഒരു വേളയിൽ ആ രാജ്യത്ത് നിയമമാക്കപ്പെട്ടിരുന്നു അവിടെ എന്ത്? ആ റഫത്തു, ചീത്ത സംസാരവും ചീത്ത പെരുമാറ്റവും. ആരോട്? അന്നിസാ, നിങ്ങളിലെ ദുർബലരോട്. നിങ്ങളിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട, സന്മാർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ട ഒരു ജനതയോട് മോശമായി. റഫസ് എന്ന് പറഞ്ഞാൽ കബീഹുൽ കലാം, ചീത്ത സംസാരം എന്നാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. അതാ ഞാൻ പറയുന്നത്, ഒന്നാമത്തെ അർത്ഥം കബീഹുൽ കലാം എന്നാ, ചീത്ത സംസാരവും ചീത്ത പെരുമാറ്റവും എന്ന. പിന്നീട് ഇവർ അതിനെ സെക്സിലേക്ക് കൊണ്ടുപോയത് എന്താണോ, ആ സമയത്ത് ചീത്ത വർത്താനം പറയും. അതുകൊണ്ട് അതിന് റഫസിന് മറ്റേ സാധനാക്കിയതാ. അതിന്റെ കിനായാന്ന് അതിന് അറബി പറയാം. കിനായാൻ അത് കുഞ്ഞിയത്തായിട്ട് കിട്ടിയതാണ്, ഒറിജിനൽ അർത്ഥമല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ലൈംഗിക വേഴ്ചക്ക് ഈ പദം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ചൊക്കെ ചീത്ത പറയുന്നു, തോന്നിയാസം പറയും. എന്ത്, അതൊന്നും പറയേണ്ട കിതാബല്ലത്. അങ്ങനെയാണ് ഈ മക്കളെ അത് മടക്കി വെച്ചോളി. അതൊക്കെ നൈസർഗികമായ സംഗതികളാ. അതെങ്ങനെ വേണമെന്നൊക്കെ ഇവിടുത്തെ നായ്ക്കൾക്കറിയാം. അല്ലമല്ല ഇൻസാനം മാലം ഏലെന്ന അറിയാത്തത് പഠിപ്പിക്കാനാ ഇത്. അറിയണത് സംഗതി 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ അന്ധവിശ്വാസങ്ങളെ അംഗീകരിക്കാൻ വന്ന കിതാബല്ലത്. 6-ാം നൂറ്റാണ്ടിലെ ഒരു ജനതക്ക് അറിയാതെ പോയ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വന്ന കിതാബത്. പറഞ്ഞ ഞാൻ ഒരു കുറെ എഴുതി വെച്ച പരിഭാഷ ഇങ്ങനെ മനസ്സിലിങ്ങനെ പേട്ടി വന്നിട്ട് ചിരി വന്നതാ. പോട്ടെ മക്കളെ, എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കാം. അപ്പൊ റഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ദുർബലരോട് മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളിൽ നിയമമാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് പറയാം, ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അന്തും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെയും ഭാഗമാണ്. അവരങ്ങനെ മനുഷ്യർ തന്നെയാണ് അവര്. നിങ്ങളൊക്കെ ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വന്ന മക്കളാണ്. അവരെ ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. നിങ്ങളുടെ ലിബാസ് തന്നെ, നിങ്ങളുടെ ഭാഗം തന്നെയാണ് അവർ. അതുകൊണ്ട് ഫൽ ആന, ഇനി മുതൽ, ഫൽ ആന, ഇനി മുതലെങ്കിലും ബാഷിറൂഹുന്ന, അവരോടൊരു മനുഷ്യത്വപരമായി പെരുമാറുക. ബഷർ എന്ന് പറഞ്ഞ സ്കോളർ, നല്ല ഒരു മനുഷ്യൻ, ഇതൊക്കെയാണ് ബഷർ. ഒരു നല്ല മനുഷ്യത്വപരമായി പെരുമാറിക്കും ഇവിടെ നിങ്ങൾക്ക്. അതാ പറയുന്നത് ബാഷിറൂഹുന്ന. ഇവരെ അവിടെയും കൊണ്ടുപോയിക്കണം. മറ്റത് എൻ്റെ കാക്കാരെ പ്രായമെല്ലാം, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പച്ച മലയാളം പറയുന്നത്. നിങ്ങൾക്ക് എന്താ സംഗതി എന്നൊക്കെ അറിയാം. അവിടെയും കൊണ്ടുപോയിക്കണം ബാഷിറൂഹുന്ന. ഇവരെന്താ പറയണമെന്നോ, അലിമല്ലാഹു അന്നക്കും തഖ്താനൂൻ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിയോട് ചതിയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരെന്താ അവിടെ എഴുതി വെച്ചേക്കണമെന്നോ, പകല് നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടുക മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ ചതിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അള്ളാഹു തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ ചതി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇനി രാത്രി ചെയ്തോളി. ഞാൻ ചോദിച്ചു, എപ്പോഴാ ഇത് നിഷിദ്ധമാക്കിയത്? നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറയാം. ഉഹില്ലലക്കും ലൈലത്തെ സിയാമിയ റഫസുലാ നിസായിക്കും, നോമ്പിന്റെ രാത്രിയിൽ പെണ്ണുങ്ങളുമായി നിങ്ങൾ ഇഷ്ടം പോലെ കടന്നോളിന്ന് പറയാൻ ഇത് എപ്പോഴാ കടക്കണ്ടാന്ന് പറഞ്ഞത്? ആ ആയത്തവിടെ. പകല് ചെയ്യുന്ന ഒരു ചതി എങ്ങനെ രാത്രി ചതി അല്ലാതാകുക? അതെന്റെ ചോദ്യം. കഴിഞ്ഞ മാസം ചെയ്ത ചതി ഇപ്പൊ ചതി അല്ലാതാകുക എങ്ങനെ? ഖിയാനത്ത് എന്ന് പറയുന്നത് ചതി, വഞ്ചനയാണ്, ഖിയാനത്താണ്. അലിമല്ലാഹു അന്നക്കും തഖ്താനൂന, ഖിയാനത്ത്, വഞ്ചന, ചതി. ഒരു സമൂഹത്തിന്റെ അവകാശങ്ങൾ മുഴുവൻ, അധ്വാന ഫലം മുഴുവൻ കവർന്നെടുക്കുക എന്ന് പറയുന്നത് ആ സമൂഹത്തോട് ചെയ്യുന്ന ചതിയാണ്. ഇത് ദൈവം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് ചെയ്യരുത് നിങ്ങൾ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മനുഷ്യത്വപരമായി നിങ്ങൾ അവരോട് പെരുമാറുക. വബ്തഗൂ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, തേടിപ്പിടിച്ച് നിങ്ങൾ സ്വീകരിക്കുക. എന്ത്? മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിയമമാക്കിയിട്ടുള്ളത് എന്ന്. കതബ, ദൈവത്തിന്റെ വിധികൾ എന്തൊക്കെയാണ് ഈ ജനതയോട് പെരുമാറാനുള്ളത് എന്ന് നിങ്ങൾ തേടിപ്പിടിക്കുകയും ചെയ്യുക. ഇവിടെ എന്താ ഇരിക്കണമെന്നോ, പെണ്ണുങ്ങളൊപ്പം കടന്നിട്ട് എത്ര കുട്ടികളെ കിട്ടിയാന്ന് നോക്കിക്കോളും. അതിന് എവിടെയാണ്? മലയാളത്തിൽ നല്ല ഒരു കിതാബും കൂടി വായിച്ചിട്ടില്ല നമ്മളെ ഉസ്താദന്മാർ. നല്ലൊരു സാഹിത്യ ബുക്ക്
മാഷെ ഉസ്താദ് നിങ്ങൾ വായിച്ച മലയാളത്തിലെ ഒരു കിതാബ് ഞങ്ങൾ ഫിഖ് പഠിച്ചിക്കണം, ഹദീസ് പഠിച്ചിക്കണം. ഈ ഫിഖ് കൊണ്ടാണ് ഞാൻ ഇടങ്ങാറായത്. ഞാനൊക്കെ പണിക്ക് പോയിരുന്ന ആളാണ് ചെറുപ്പത്തിൽ. ഒരു ദിവസം അന്നൊക്കെ പോയാൽ 10, 200, 300 കിട്ടും. ഈ ഫിഖ് ഓതി തന്നിട്ട് ഞാൻ നീച്ചു പോന്നു. ഇതെന്താണ് ഇവിടുന്ന് ഒരു മുടി പൊങ്ങി ഇങ്ങനെ വന്ന് ഇവിടേക്കെത്തിയ ഓതെടുക്കുമ്പോൾ ഇതുവരെ കഴുകിയാൽ മതിയോ, ഇതുവരെ കഴുകണം. എന്നിട്ട് അതിന് 10 പേജ്, എന്നിട്ട് അവസാനം അല്ലാഹു ആയാലാണ്. ഇത് പറയാൻ എൻ്റെ ദിവസം എത്ര പോയിക്കാനും കേൾക്കാൻ ഇത് വേറെ വല്ല പണിയെടുത്താൽ നിങ്ങൾ ആണ്. ഇവർ നബിയുടെ ഹദീസ് അതാണ്. ഒരു മെസ്സഞ്ചർ വരുമ്പോൾ ആ മെസ്സേജല്ല എടുക്കേണ്ടത്. ഹെഡ് മാസ്റ്റർ പ്യൂണിനെ വിട്ടിട്ട് 10 ബീല ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം എന്നോട് പറഞ്ഞു 10 സീലേക്ക് പോയി മാഷെന്ന് പ്യൂണ് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അയാളെ ഞാൻ അനുസരിച്ചു, അയാൾ പറഞ്ഞത് കേട്ടു. കാരണം അതിലൂടെ ഞാൻ HM-നെ അനുസരിക്കണം. അപ്പോൾ മൂപ്പത്തിയുടെ ആ വന്ന പ്യൂണൊന്ന് തല ചൊറിഞ്ഞു. അപ്പം എന്താ പേര് പറയുന്നത്, ഞാനും തല ചൊറിയണം. ആ മെസ്സേജല്ല എടുക്കേണ്ടത്, ആ മെസ്സേജാണ് എടുക്കേണ്ടത്. അതെന്താ തീരെ അന്തല്ലാത്തത്. ആ സ്ത്രീ ഒന്ന് ബാക്ക് ചൊറിഞ്ഞു, അപ്പം ഞാനും ബാക്കൊന്ന് ചൊറിയാം. ആ സ്ത്രീ പോകുന്ന എവിടെ ഒന്ന് ഇരുന്നു, ഞാനും അവിടെ നിന്ന് ഇരിക്കുക. അവർക്ക് ചായയാണ് ഇഷ്ടം, ഞാൻ ചായ തന്നെ കുടിക്കാം. അവർക്ക് ഗോതമ്പ് ചപ്പാത്തിയാണ് ഇഷ്ടം, ഞാൻ അതന്നെ തിന്നുക. അവർക്കൊരു ആശ്വാസത്തിൽ വയറ്റിന്ന് പോകാൻ വേണ്ടിയിട്ട് അവരൊന്ന് ചെരിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്, ഞാനും അങ്ങനെ തന്നെ ഇരിക്കാം. ഇതാണ് ഇപ്പോഴത്തെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് സുന്നത്ത് വേണ്ടാന്ന് അവർ പറയുന്നത്. സുന്നത്ത് വേണം, നബിയുടെ മെസ്സേജാണ് എടുക്കേണ്ടത്. അയാൾ പോകുമ്പോൾ കാലുകൊണ്ടൊന്ന് തട്ടി, ഞാനും ഒന്ന് തട്ടി അവിടെ എത്തുമ്പോൾ. ആ ഹദീസിലുണ്ട്, ഒരു കൊമ്പുണ്ടായിരുന്നു തരെ, അതിന്മേൽ തല മുട്ടാതിരിക്കാൻ വേണ്ടി നബി കുനിഞ്ഞിട്ടാ പോയിരുന്നത്. ആ മരക്കൊമ്പ് മുറിച്ചു പോയി, എന്നാലും സഹാബികൾ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്ന് തല കുനിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ തെറ്റില്ല എന്നാണ്. ഞമ്മക്ക് വേണ്ട. ഓല നബി എങ്ങനെയാണ് വെറുതെ ചിരിക്കുക, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിരിച്ചുത്തരും. അപ്പോൾ എൻ്റെ നബി ഞങ്ങളെ ചിരിച്ചു. ഞാനൊരു സംഗതി കണ്ടു. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ കണ്ടു. പോകുമ്പം ചാടുക. എൻ്റെ നബി ഞങ്ങൾ ചാടി. അവിടെ മലക്കുണ്ടായിരുന്നു, മലക്കിൻ്റെ മേത്ത് തട്ടണ്ടാന്ന് വിചാരിച്ചു വെറുതെ തള്ളവിരലുമ്പോൾ നടക്കുക. എന്താ നബി ഞങ്ങൾ തള്ളവിരലുമ്പോൾ നടക്കണത്? മലക്കിറങ്ങിയിട്ട് ചവിട്ടാൻ സ്ഥലമല്ല. ഇങ്ങനത്തെ ഈ കോപ്പറേറ്റീവിൻ്റെ നബി നമുക്ക് വേണ്ട. അയാൾ ജെന്റിൽമാനാണോ? ഓക്കെ, കൊണ്ടുവരുവാ നബിന്. അയാളൊരു മാനവരാശിക്ക് മോചനം കൊടുത്തോ? കൊണ്ടുവരും മക്കളെ ആ നബിനെ. പരസ്പരം ശത്രുതയിലും വിദ്വേഷത്തിലും പകയിലും അവകാശ നിഷേധത്തിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് അവകാശം വാങ്ങിച്ചു കൊടുത്ത് അവരെ യഹ്വാനുകളാക്കിയ ഖുർആൻ പറയുന്ന നബിയാണോ? ഓക്കെ, കൊണ്ടുവരൂ ആ ജെന്റിൽമാനെ, കൊണ്ടുവരൂ. മിഡ്വരെയും കൊണ്ടുവരും ആ നബിനെ. അതാണെങ്കിൽ ഓക്കെ, 2 കൈയും സ്വീകരിച്ചിട്ട് അയാളെ ആശ്ലേഷിച്ച് ഇരുത്താം, കസേരട്ട് കൊടുക്കാം. ആ നബിനെയാണെങ്കിൽ വരി. നിങ്ങൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് നബിനെ നമുക്ക് വേണ്ട. 6 വയസ്സായ കുട്ടിനെ കെട്ടിയിട്ട് ഒപ്പം നടത്തിയിട്ട് 9 വയസ്സ് വരെ വേറെ പണിയെടുത്തിട്ട് 9 വയസ്സ് മുതൽ വേറെ പണിയെടുത്തിട്ട് നടക്കുന്ന ആ നബിനെ നമുക്ക് വേണ്ട. നിങ്ങളെ വേറെ വല്ല പണി നോക്കുക, അതിന് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, പറയാനുള്ളത് പറയും. ആ നബിയാണെങ്കിലേ, ആ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബിയുടെ നബിയാണെങ്കിൽ അവിടെ വെച്ചോളി മക്കളെ. പ്ലീസ്, ദയവ് ചെയ്തിട്ട് ഈ സംസ്കൃതമായ ഒരു ജനതയിലേക്ക് വേണ്ട. ഫിറൗന് നിക്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന മൂസയുടെ ചരിത്രമാണെങ്കിൽ വേണ്ട. ഫിറൗന് നിസ്കാരമില്ലാണ്ട് നിസ്കരിച്ചാണ്ട് വരെ ഇടങ്ങാറായിട്ട് ആകെ കുഴപ്പത്തിലായി നടക്കണ ഈ ഫിറൗന് 4 റക്അത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് മൂസ. നേരെ മറിച്ച് അടിമത്തത്തിലും അവകാശ നിഷേധങ്ങളിലും കഴിഞ്ഞ ഒരു ജനതയെ മോചിപ്പിച്ചിട്ട് അവർക്ക് മോചനം കൊടുക്കാൻ വന്ന മൂസയാണെങ്കിൽ കൊണ്ടുവരി. ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ആ മൂസനെ. അങ്ങനത്തെ അമ്പിയാക്കന്മാരാണെങ്കിൽ കൊണ്ടുവരി. ഇത് സൈന്യനായകന്റെ പെണ്ണിന്റെ ചോർക്ക് കണ്ടിട്ട് സൈന്യനായകനെ യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ട് അയാളെ കൊല്ലിച്ചിട്ട് അയാളെ പെണ്ണിനെ കെട്ടിയ മൂസനാണെങ്കിൽ അവിടെ വെച്ചോളിങ്ങൾ. നിങ്ങളെ ബുഹാരിയുടെ ആ മൂസയാണെങ്കിൽ ഇങ്ങോട്ട് വേണ്ട. ഒരു കിളിവാതി കൂടി ഇങ്ങനെ ഒരു പക്ഷിനെ പിടിക്കാൻ നോക്കിയപ്പോൾ തരാം ഒരു പെണ്ണിനെ അങ്ങനെ കുളിക്കണം. എന്താ സൗന്ദര്യം! അന്വേഷിച്ച് നോക്കുമ്പോൾ സൈനിക നായകന്റെ പെണ്ണുങ്ങളാണ്. മൂപ്പര് തീരുമാനിച്ചു അയാളെ യുദ്ധത്തിന് പറഞ്ഞിട്ട് കൊടിയും കയ്യിൽ കൊടുത്തു. കൊടി കയ്യിൽ എന്തിനാ കൊടുക്കണമെന്നോ? ആ യുദ്ധത്തിൽ ഒന്നുകിൽ ജയിച്ചു വരണം, അല്ലെങ്കിൽ ഈ കൊടി വാങ്ങാൻ കൊല്ലപ്പെടണം. അതാ അവിടുത്തെ നിയമത്രേ. എന്നിട്ട് അയാളെ കൊല്ലിച്ചിട്ട് അയാളെ പെണ്ണിനെ കെട്ടി. ഇങ്ങനത്തെ കഥ പറയുന്ന നബിമാരാണ് ഈ മക്കളെ. മല്ലാക പറയില്ലേ, ചാറൊക്കെ തന്നു, പക്ഷേ ഞമ്മക്ക് വേണ്ട. മല്ലാക എന്ത് കൊടുത്താലും നല്ലത് എന്നുള്ള ഇത്ര പറയാം. അവരുടെ ഒരു സ്ത്രീ എന്ത് ചെയ്തു, നല്ലോണം മുളകാനിട്ടിട്ട് ചാറ് കൊടുത്തു. ഒരു ലേശം
സാറെങ്ങനെയുണ്ട് മല്ലാക്ക്? വളരെ നന്നായിക്കണു, പക്ഷെ ഇപ്പൊ വേണ്ടത് ഇന്ന പോലെ, എന്നാലും മോശമാണെന്ന് പറഞ്ഞില്ല. എന്ന പോലെ തന്നെയാണ് ഈ ലൈംഗികത പറയാനുള്ള ഖുർആനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കിതാബൊക്കെ നല്ല കിതാബാണ്. ശരി, നമുക്ക് നോക്കാം. ഈ ഇൻഷുറൻസ് ചേർത്താൻ വരുന്നവർ പറയാം പോളിസിയൊക്കെ നല്ല പോളിസിയാണ്, നോക്കാം. ആ പരിപാടിയെ നടക്കുള്ളൂ, നോക്കാം. അപ്പൊ എന്താണ്? ഫതാബ അലൈക്കും, നിങ്ങളിലേക്ക് അവൻ അനുഗ്രഹവുമായി അള്ളാഹു തിരിച്ചു വന്നിരിക്കുന്നു. ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് അനുഗ്രഹവുമായി, താപ അല എന്ന് പറഞ്ഞാൽ അനുഗ്രഹവുമായി തിരിച്ചു വരികയാണ്. അഫ അങ്കും, ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. പോട്ടെ, സാരമില്ല. ഫൽ ആന, ഇനി മുതലെങ്കിലും ബാഷിറൂഹുന്ന, അവരോട് നല്ല നിലക്ക് പെരുമാറുക. വബ്തഗൂമ കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അത് സ്വീകരിക്കുക, അത് തേടിപ്പിടിക്കുക. ഒരു മനുഷ്യത്വപരമായി അവർക്ക് നല്ല വാർത്തകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ പെരുമാറുകയും ചെയ്യുക. ഇനിയോ വക്കുലു, തിന്നോളി, വശറബു, കുടിച്ചോളി. ഇവിടെ പ്രശ്നം, ഇവിടെ എത്ര ചർച്ചയാണ് നടന്നിക്കണമെന്ന്. തിന്നലും കുടിക്കലും എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മാശയത്തിലേക്കുള്ള തീറ്റയെ പറ്റി ഓർമ്മ വരുള്ളൂ. തിന്നാനും കുടിക്കാനും പറയാൻ ഒരു നൈസർഗികമായ കഴിവാണ്. എനിക്ക് ബാത്റൂമിൽ പോകാൻ പറയണോ? അതാണ് മുട്ടുമ്പോൾ പോകുകയാണല്ലാതെ. മൂത്രമൊഴിക്കാൻ പറയണം, അതതിൻ്റെ സമയത്ത് ചെയ്യാനല്ലാതെ, വിശക്കുമ്പോൾ തിന്നാനല്ലാതെ. ഖുർആൻ പറയുന്ന തീറ്റയും കുടിയൊക്കെ ഈമാനിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉൾക്കൊള്ളലാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ കൽപ്പനക്രിയയാണ്. കൽപ്പനക്രിയക്ക് ഒരു ആലിമ് പറഞ്ഞത് വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്. നിങ്ങളവിടെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞാണ്. ഇവർ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയാനുള്ള കാരണം എന്താണോ? ഈ തീറ്റയും കൂടി ആയപ്പോഴാണ്. മറ്റേത് നേരം വെളുക്കുന്നവരെ തിന്നൽ പ്രായോഗികമല്ല. അപ്പോൾ കൽപ്പനക്രിയ ഡയറക്റ്റ് അമ്രാണെങ്കിലും നേരിട്ടുള്ള കൽപ്പനയാണെങ്കിലും വേണമെങ്കിൽ തിന്നാൽ മതി. കാരണം ഈ തീറ്റ ആയപ്പോൾ വേണമെങ്കിൽ തിന്നാൽ മതി എന്ന് പറയാൻ കാരണം നേരം വെളുക്കോളം തിന്നാൽ പണിയാൻ തീരും. ഡയറക്റ്റ് കൽപ്പന, അതായത് മുഹാത്തബ്, നേരിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ അത് നിർബന്ധമാണ്. മൗലവി വരെ പറഞ്ഞത് അതേതാണ്, ഫൽ യസ്തഗ്ഫിറുല്ലദീന ലാ യജിദൂന നിക്കാഹൻ, നിക്കാഹിന് വകല്ലാത്ത ആളുകൾ പാതിവൃത്യം കൈക്കൊള്ളട്ടെ. ഫൽ യസ്തഗ്ഫിറുല്ലദീന ലാ യജിദൂന നിക്കാഹൻ, അത് വേറെ വിഷയമാണ്. അപ്പം ഞാൻ പറയുന്നത് അവിടെയും നിർബന്ധം തന്നെയാണ്. കാരണം വേണ്ടെങ്കിൽ വ്യഭിചരിക്കാൻ പോകാൻ പറ്റൂല. മനസ്സിലായോ? ഇസ്തിഗ്ഫാഫിന്റെ വിപരീതം പെണ്ണിട്ടലല്ല, ഇസ്തിഗ്ഫാഫിന്റെ വിപരീതം വ്യഭിചാരാണ്. അത് ചെറിയ ഒരു ധാരണ പെശക് വന്നതാണ്, അത് സാരല്ല. ഞാൻ പറയുന്നത് അപ്പൊ അമ്രുവാഹിബിന് വരെ നിർബന്ധം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഡയറക്റ്റ് കൽപ്പന അല്ലെങ്കിൽ പോലും ഈ അമ്ര പല രൂപത്തിൽ ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ അള്ളാഹിനോട് കൽപ്പിക്കുകയാണെങ്കിൽ അത് തൊലബ, അത് ദുആയാണ്. ഒരു അധികാരി താഴെ തട്ടിലുള്ള ആളോട് കൽപ്പിക്കുമ്പോൾ അത് അമ്ര തന്നെയാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരുന്നു, കൽപ്പനക്രിയ എന്തിനൊക്കെ വരും? തറഹുമിന് വരും, കാരുണ്യം ആവശ്യപ്പെടാൻ, ദുആക്ക് വരും, പ്രാർത്ഥനയ്ക്ക് വരും, തൊലബ് അപേക്ഷയ്ക്ക് വരും, ഇതിനൊക്കെ അമ്ര വരും. പക്ഷെ അതിന് നിബന്ധന ഉണ്ട്. അതിന് നിബന്ധന എന്താന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള ആൾ മുകളിലുള്ള ആളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, അപ്പൊ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുമ്പോൾ അത് കൽപ്പനയല്ല. റബ്ബി ഗഫിർലി എന്ന് പറയുമ്പോൾ അത് കൽപ്പനയാണ്, ക്രിയ കൽപ്പനയാണെങ്കിലും അള്ളാഹുവിനോടാവുമ്പോൾ അത് ദുആയാണ് അല്ലെങ്കിൽ തൊലബാണ്. നേരെ മറിച്ച് ഒരു അധികാരി താഴെ തട്ടിലുള്ള ആളോട് കൽപ്പിക്കുമ്പോൾ അത് കൽപ്പനയാണ്, അത് ചെയ്യൽ നിർബന്ധമാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഇത് തീറ്റയും കൂടിയായപ്പോഴാണ്. ഈ ആമാശയത്തിലേക്കുള്ള നേരെ മറിച്ച് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് സത്യവും അസത്യവും ഈ ഇരുട്ട് ഇവിടെ ഉണ്ട്. അവിടെ ഭാഷ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. ഭാഷ അറിയുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ ലേശം ചിന്തിക്കാം. അൽ ഹൈത്തുൽ അബിയലു എന്നുള്ളതാണ് അവിടുത്തെ കർത്താവ്. അതായത് തബയ്യുനാകുന്നത് ഹൈത്തുൽ അബിയല, വ്യക്തമായി ദർശിക്കുന്നത് ഏതിനെയാണ്? വെള്ള നൂലിനെയാണ്. ഇവിടെ ഇപ്പം അവിടെ എന്തുണ്ട്? ഹൈത്തുൽ അസ്വദുണ്ട്, ബ്ലാക്ക് ത്രെഡ് അവിടെ ഉണ്ട്, കറുത്ത നൂല് അവിടെ ഉണ്ട്, ആ ഡാർക്ക് ഏജ് അവിടെ ഉണ്ട്. അതിൽ നിന്ന് വൈറ്റ് ത്രെഡ് നിങ്ങൾക്ക് വ്യക്തമായി, ആ വൈറ്റ് ത്രെഡാണ് തബയ്യുനാകുന്നത്. അതുകൊണ്ടാണ് ഹൈത്തു എന്ന് റഫിട്ട് പറഞ്ഞത്, അബിയലു എന്ന് റഫിട്ട് പറഞ്ഞത്. കർത്താവിനാണ് റഫിട്ട് പറയുക. അത് ഭാഷ അറിയുന്നവർ മാത്രം മനസ്സിലിരുത്തേണ്ട കാര്യമാണത്. അപ്പൊ അവിടെ തബയ്യുനാകുന്നത് ഏതാണ്? നമ്മളല്ല തബയ്യുനാകുന്നത്, വെള്ള നൂല് വൈറ്റ് ത്രെഡാണ് അവിടെ വ്യക്തമാകുന്നത്. ഏതിൽ നിന്ന്? ബ്ലാക്ക് ത്രെഡിൽ നിന്ന്. എപ്പോൾ? ഒരു പുലരി ലോകത്തുണ്ടാകുമ്പോൾ, വെള്ളിയാഴ്ച രാവിലെ, ശനിയാഴ്ച രാവിലെ, തിങ്കളാഴ്ച രാവിലെ, ഖുർആന്റെ രാവിലെ. ഖുർആന്റെ രാവിലെ കേട്ടോ നിങ്ങൾ? ഖുർആനൽ ഫജ്രി, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ
ഒരു ഖുർആനിൻ്റെ പുലരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ശനിയാഴ്ച രാവിലെ കേട്ടുക്കണം, ആ കേട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ കേട്ടുക്കണം, ആ കേട്ടുക്കണം. ചൊവ്വാഴ്ച രാവിലെ കേട്ടുക്കണം, ആ കേട്ടിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ അങ്ങനത്തെ ഒരു രാവിലല്ല. ഖുർആനിൽ പറയുന്നത് ഖുർആനിൽ ഫജ്രി, ഒരു വായനയുടെയും അറിവിൻ്റെയും ഒരു പുലരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പുലരി നിങ്ങൾക്ക് വ്യക്തമായി കിട്ടുന്നത് വരെ നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളുകയും ഇത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക. സുമ്മ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിർത്തണോ? പാടില്ല. നിങ്ങൾക്ക് വ്യക്തമായി, ഇനി ഞാൻ നിർത്താം, പാടില്ല. ഇനി നാട്ടുകാരെന്തോ ആയിക്കോട്ടെ, എനിക്ക് വ്യക്തമായി, പാടില്ല. സുമ്മ, നിങ്ങളെ പിന്നെ എന്ത് ചെയ്യണം? അത്തിമ്മു, ഇത് നിങ്ങൾ എത്തിക്കുക എന്ന ദൗത്യവും പൂർത്തിയാക്കണം. എവിടേക്ക്? ഇലല്ലയിലി, ഈ മനുഷ്യരുടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ മുഴുവൻ സിയാം, അതാണ് അവസാനിപ്പിക്കുക എന്ന ആ ജോലി നിങ്ങൾ പൂർത്തിയാക്കണം. എവിടേക്ക്? ഇലല്ലയിലി, ഓരോ ഇരുട്ടിലേക്കും. ഏതൊക്കെ സമൂഹത്തിൻ്റെ ഏതൊക്കെ മുക്കിലും മൂലകളിലും ഇരുട്ട് ബാക്കിയുണ്ടോ അവിടേക്കൊക്കെ ഇത് എത്തിക്കുന്ന ദൗത്യവും നിങ്ങൾ പൂർത്തിയാക്കണം. ഇനി വേണമെങ്കിൽ എടുക്കാം, ഇത് വേണോ? അതല്ല, ഉച്ചച്ചോറ് ഒഴിവാക്കണ പണിയാണെങ്കിൽ അതും എടുക്കാം. ഞാൻ തർക്കിക്കാനൊന്നുമില്ല, തർക്കിച്ച് ലോകം ഇതുവരെ എത്തി. ഇനി നിങ്ങളെ ഈ ഫിഖ്ഹുമ്മ തർക്കിക്കാൻ ഞാനില്ല. ഫിഖ്ഹ് മൗലവിനെ കെട്ടിയിട്ട് തന്നെയാണ് ഫിഖ്ഹുമ്മ തർക്കിച്ചു. മൗലവി സാമൂഹിക വിപ്ലവത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. ഈ നിസ്കാരത്തിൻ്റെ ശർത്തും പറഞ്ഞു മൗലവിൻ്റെ നല്ലൊരു ആയുസ് കെട്ടിയിട്ടു. അത് വളരെ ആസൂത്രിതമായിരുന്നു. ഇനി നമ്മുടെ സമൂഹം ഇനി അതുമ്മ കെട്ടിയുണ്ടാവും. ഒരു തർക്കിക്കാൻ നിങ്ങൾ തർക്കിച്ചോളും മക്കളെ, ഞങ്ങൾക്ക് അതിന് ഒഴിവില്ല. ഒരു സാമൂഹിക മാറ്റത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതാണെങ്കിൽ ഇതെടുക്കാം. തിന്നാലും കുടിക്കാനും പറയാനാണെങ്കിൽ ഓക്കെ. ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അവരുടെ മനസ്സുകളിലേക്ക് ഈ ധൃതിയിൽ കിട്ടേണ്ട ബെനിഫിറ്റുകളെ കുറിച്ചാണ് അവരുടെ മനസ്സുകളിൽ മുഴുവൻ നിറക്കപ്പെട്ടത്. അതാ ഖുർആൻ പറഞ്ഞത്. എവിടുത്താ കുടി? വലാ തത്തബിഉ കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ, ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ തിന്നുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ പിന്നാലെ പോകരുത്. ആ പിശാച് നിങ്ങളെ എന്താണ് കൽപ്പിക്കുക? ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാഇ, അവൻ നിങ്ങളോട് ചീത്ത കാര്യങ്ങളും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുക. അപ്പൊ അവിടെ തിന്നേണ്ടതെന്താ? ശൈത്താന്റെ പിന്നാലെ പോയിട്ട് തിന്നണ്ടാത്തത് എന്താണ്? ശൈത്താന്റെ പിന്നാലെ പോകാതെ തിന്നേണ്ടത് എന്താണ്? അന്തള്ളോന് കിട്ടും, അന്തല്ലാത്തവന് കിട്ടൂല. ഇത് തീറ്റയുടെ കാര്യം പറയാനുള്ള ഗ്രന്ഥമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, ഇവര് പറയുന്ന പന്നിനെ തിന്ന, അത് ഞാൻ പറഞ്ഞാണല്ലോ. എന്ത് പന്നി? പന്നിനേക്കാളും ഭീകര ജന്തുക്കൾ ഭൂമിയിൽ ഒരു കോടാനുകോടിയില്ലേ. നാവുമ്പോൾ തട്ടിയാൽ ചത്തുപോകും. അങ്ങനത്തെ ജീവജാലങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ഒരാൾ മരിച്ചു, ബാക്കിയുള്ളവർ ഇപ്പം ഇന്നലെ ഞാനേറ്റു അവർ ഗൗളി എന്തോ പെട്ടിട്ടുണ്ടാവുന്നതാണ് കണ്ടെത്തൽ. വിഷം. തീറ്റയുടെ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങളൊരു 100 മുസാഫും കൂടി ഇനി അള്ള ഇറക്കിയാൽ തീരൂല. തീറ്റക്ക് ലിസ്റ്റ് ഇടുകയാണെങ്കിൽ, തീറ്റക്ക് ലിസ്റ്റ് മാത്രം പറയാൻ നിങ്ങളൊരു 100 കിതാബ് ഇറക്കിയാൽ തീരൂല. അത് ലിസ്റ്റ് ഇട്ട് പറയേണ്ട കിതാബൊന്നുമല്ല. കുത്തിച്ചത്തത്, വീണ് ചത്തതും പിന്നെ തൂങ്ങിച്ചത്തതും എന്നൊക്കെ ഇതിലില്ലേന്ന്. അതൊന്നല്ല. കുത്തിച്ചത്തതാത്തരം, കൊള്ള കുടുങ്ങിയത്. മനുഷ്യന്റെ കൊള്ളക്ക് പിടിക്കരുത് എന്നാണത്. അതാണത്. വൽ മുത്തറദ്ദിയത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ട്, മാനവരാശിയെ നശിപ്പിച്ചുകൊണ്ട് തിന്നരുത് എന്നാണത്. അതൊക്കെ വിലക്കിയതാണെന്നാ. മനുഷ്യന്റെ രക്തം തിന്നരുതെന്നാണ്, അവന്റെ അധ്വാനത്തിന്റെ ഫലം തിന്നരുതെന്നാ. ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു നിങ്ങളോട്. പിന്നെ ബിന്യാമിന്റെ മറ്റേ ഏതാണ് ആടുജീവിതം ഇറങ്ങൂലായിരുന്നു ഈ ഖുർആൻ നേരെ വായിച്ചിട്ടുണ്ടെങ്കിൽ. അറബികൾക്ക് ഒരൊറ്റ ആയത്തറിയില്ല, അത്രയും അടിമപ്പണി എടുപ്പിക്കൂലായിരുന്നു ഒരു ജനതയെ. ഈ കിതാബ് നേരെ വായിക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വണ്ടി ഇടിച്ച് ചത്തതിൻ്റെ എന്താ ഹുക്കുമെന്ന് വെച്ചു. അന്ന് വണ്ടി ഇല്ലല്ലോ. നിങ്ങൾ കുത്തി ചത്തത്, വീണ് ചത്തത്, കൊള്ള കുടുങ്ങി ചത്തതെന്നാണെങ്കിൽ വണ്ടി ഇടിച്ച് ചത്തതിൻ്റെ ഹുക്കും എന്താ? അതിൻ്റെ ഹുക്കും എന്താ അതില്? ഇലക്ട്രിക് ഷോക്കിൽ മരിച്ചതിൻ്റെ വിധി എന്താ അതില് കിതാബില്? അത് ഞങ്ങൾ നോക്കട്ടെ. അതാ പറയുന്നത്. 4 സന്ദർഭങ്ങളിലും മാത്രമേ ആൾക്കാർക്ക് വെള്ളം ഉപയോഗിക്കേണ്ടുള്ളൂ. 4 അല്ല, 4000 സന്ദർഭങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ വൃത്തിയാക്കേണ്ട മനുഷ്യ ജീവിതത്തിലെ സന്ദർഭങ്ങൾ. എന്നിട്ട് അതൊന്നും പറയാതെ രോഗിക്ക് എന്തിനാ ചില രോഗിക്ക് വെള്ളം വരെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ വരെ അവസരത്തിലുണ്ടെങ്കിൽ അവനോടെ വെള്ളം ഉപയോഗിക്കേണ്ട നിയമം പറയാം. തീൻമേശയിലെ നിയമങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പറേഷൻ തിയേറ്ററിലെ നിയമം പറയുന്ന കിതാബാണെങ്കിൽ ഓക്കെ. തീൻമേശയിൽ പെണ്ണുങ്ങൾ പറയുന്ന നിയമം, കുറച്ച് തക്കാളി കൊണ്ടുവരും, കുറച്ച് മീൻ കൊണ്ടുവരും,
കുറച്ച് പച്ചമുളക് കൊണ്ടുവരും, കുറച്ച് വെള്ളരിക്ക കൊണ്ടുവരും. ഇന്ന പോലെ അള്ള പറയാതെ തീർമേശയിലെ നിയമം പറയണ. സമഗ്രത ഉണ്ട്. അതെ, സമഗ്രതയാണെങ്കിൽ പോക്കെ. അതാ പറഞ്ഞ, സമഗ്രതയാണെങ്കിൽ ലോകത്തെ തിന്നണ്ട ലിസ്റ്റ് ഇതില് അതില്ലല്ലോ. അപ്പൊ ഞാനതാ പറഞ്ഞു, നാല് മരിയല്, മുസാഫിർ, കക്കൂസിന്ന് വന്നവന്, പെണ്ണുങ്ങളടുത്ത് പോയവന്, ഈ 4 4000 സന്ദർഭങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിൽ. സമഗ്രത പറയുകയാണെങ്കിൽ പറയും, എന്നിട്ട് വെക്കും. അതാ ഞാൻ പറയുന്നത്. സമഗ്രതയാണെങ്കിൽ വെക്കും. സമഗ്രത വെക്കണില്ലല്ലോ, വെറും സ്വർണം വെള്ളിയെ വെക്കണുള്ളൂ. ലോകത്ത് ഒരു 100,000 മനുഷ്യന്റെ സമ്പത്തുണ്ട് ഇവിടെ. ബസ്സുണ്ട്, ലോറിണ്ട്, രത്നമുണ്ട്, പവിഴമുണ്ട്, മുത്തുണ്ട്, വജ്രമുണ്ട്, ലോഹങ്ങൾ തന്നെ 100,000 ഉണ്ട്. വെക്കും അതിൻ്റെയൊക്കെ നിസാബ്. സമഗ്രത പറയണമെങ്കിൽ അതിപ്പോ അതിപ്പോ ആ വളവ് നടക്കണ്ട, ആ വളവുമായിട്ട് പിടിക്കുക വേണ്ട. സമഗ്രത പറയണമെങ്കിൽ പൂർണ്ണമായിട്ടും പറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിസാബല്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിസാബ് അതന്നെ. എന്താണ് തലതിരിഞ്ഞ നിസാബല്ലേ? 590 ഗ്രാം വെള്ളിക്ക് 30,000 റുപ്യ മതി. ഇപ്പോ ഓൻ സക്കാത്ത് കൊടുക്കണം. 10 പവനും 6 ഗ്രാമിനും നിസാബ് 3 ലക്ഷം റുപ്യ വേണം. എന്ത് സമഗ്രതയാണത്? തലതിരിഞ്ഞ നിയമം. 590 ഗ്രാം വെള്ളിയാണ് വെള്ളിയുടെ നിസാബ്. 10 പവനും 6 ഗ്രാമുമാണ് സ്വർണത്തിന്റെ നിസാബ്. 10 പവനും 6 ഗ്രാമിന് 3 ലക്ഷം റുപ്യ വരും. 590 ഗ്രാം വെള്ളിക്ക് 30,000 റുപ്യ വരും. 48 രൂപയാണ് ഒരു ഗ്രാമിന്. 30,000 രൂപയേ വരുള്ളൂ. ഈ സാധു സക്കാത്ത് കൊടുക്കണം. ഇതന്നെ ഉപയോഗിക്കണതാണെങ്കിൽ വേണ്ട. മുതലാളി ഇട്ട് നടക്കണതാണെങ്കിൽ അതിന് വേണ്ട. കുതിരക്ക് വേണ്ട. അതിനെ കിയാസാക്കിയിട്ട് കാറിന് വേണ്ട. അതാ പറയണത്. നമ്മുടെ സമഗ്രതയല്ലേ? അപ്പോൾ ആ സമഗ്രതയുടെ നമ്പറൊന്നും ഞാൻ ഇറക്കണ്ട. അപ്പോൾ എന്താ പറഞ്ഞത്? സുമ്മാത്തി മുസ്യാമ ഇലല്ലയില് കദാലിക്ക തിൽക്ക ഹുദൂദ് വലാ തുബാശിറൂഹുന്ന. ആ ആയത്താണ് അവസാനിപ്പിക്കാതെ. നിങ്ങൾ പെണ്ണുങ്ങളോട് ബന്ധപ്പെടരുത്. ഇതല്ല അർത്ഥം. വാണ്ടും മാക്കിയപ്പോൾ ഞങ്ങൾ ഏത്തിക്കാഫിലിരിക്കുമ്പോൾ ഫിൽ മസാജിദ്, ഈ പള്ളിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ നല്ലോണം ആയിക്കോളി. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചവനെ ഈ കിതാബിനൊക്കെ പരിഭാഷ എഴുതുമ്പോൾ എന്താ അവർ തിന്നിരുന്നത്, എന്താ അവർ കുടിച്ചിരുന്നത്? പള്ളിയിൽ എഴുത്തിക്കാഫിലിരിക്കുമ്പോൾ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞാൽ അല്ലാത്തപ്പോൾ പറ്റുമോ? പള്ളിയിൽ തന്നെ പാടില്ല എന്നാണ് പറഞ്ഞാൽ പോരെ? പള്ളിയിൽ തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ പോരെ? എന്താ ഈ പറയണത്? ആക്കിഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യത്തിൽ നിന്ന് അലസമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുവാണ്. പല സ്ഥലങ്ങളിലും അക്കഫ എന്ന് പറയുന്ന അതായത് പിന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താത്ത അവസരത്തിലാണ് പറയുന്നത്. വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആക്കിഫീൻ എന്ന് പറയുന്നുണ്ട്. മാലി ഹാദിഹി തമാഫീലുല്ലത്തി അന്തും ലഹ ആക്കിഫൂൻ. അപ്പോൾ ആക്കിഫ് എന്നുള്ള പദം ഉപയോഗിച്ചത് തന്നെ അധിക സ്ഥലത്തും ഒരു ഇതാണ്. ഇനിയിപ്പോൾ ഇവർ പറയുന്ന ഭജന ഇരിക്കാന്നുള്ള അർത്ഥത്തിന് തന്നെ എടുത്താലും നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ പഠനത്തിലും നിരീക്ഷണത്തിലുമായിരിക്കുന്ന മസാജിദ് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ പഠനത്തിലും അതിൽ വ്യാപൃതമായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളിലെ ദുർബലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത കൊടുക്കരുത്. ഇത് അവതരിപ്പിച്ചാലുണ്ടാകുന്ന ബെനിഫിറ്റുകളെക്കുറിച്ചോ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ ഇത് നിങ്ങളിൽ നിന്ന് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. അപ്പം തന്നെ കയറി ഇത് പറയരുത്. അതാണ് മസാജിദ് എന്ന് പറഞ്ഞാൽ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. അത് നിങ്ങൾ മസ്ജിദ് എന്നുള്ളൊരു പുസ്തകം ഇവിടെ ചിലർ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എടുത്ത് വായിക്കാം. അതിലുണ്ട് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. ഏത് സ്ഥലത്തും അതേ ശരിയാവുള്ളൂ. അതല്ലാത്ത ഒരർത്ഥം വെച്ചാൽ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് മുന്നോട്ടാണ് പോകാൻ പറ്റില്ല. ഒരായത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. മസ്ജിദിന് ഈ കെട്ടിടം എന്നുള്ള പള്ളി വെച്ചാൽ അർത്ഥം വെച്ചാൽ ഒരായത്ത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സംശയത്തിന് ഉദ്ധരിക്കാം. ഹുദു സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ മുഴുവൻ അണിയുക. ആദ്യം പാരമ്പര്യാർത്ഥം പറയട്ടെ. നല്ല ഡ്രസ്സ് അണിയുക. എന്താ കുല്ലി മസ്ജിദിൻ, ഓരോ പള്ളി കാണുമ്പോഴും. ഞാനങ്ങനെ ഈ അർത്ഥം വായിച്ചിട്ട് ചിരിച്ചു. ഇപ്പം ഞങ്ങൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. ഞങ്ങളെ വണ്ടിയിൽ ഒരു 100 കൂട്ടം ഡ്രസ്സ് കരുതിയാൽ നടക്കൂല. എത്ര പള്ളിയാണ് കണ്ടതെന്നോ? ഓരോ പള്ളി എത്തുമ്പോഴും നിങ്ങൾ അലങ്കാര ഡ്രസ്സ് അണിയുക. കുലു വശറബു, തിന്നും കുടിക്കുകയും ചെയ്യുക. അസലായി. ഇങ്ങോട്ട് പിന്നെ പറയണത് കേട്ടോളും കേട്ടില്ല, വലാ തുസ്രിഫു, ദൂർത്തടിക്കരുത്. അത് അതിനേക്കാളും വലിയ കാര്യം. ഓരോ പള്ളി കാണുമ്പോഴും
തിന്നും കുടിക്കുകയും ചെയ്യുക, പക്ഷെ ദൂർത്ത് പാടില്ല. ഞാൻ പറഞ്ഞതാണ്, ഒരായത്തിനും വലിയ നേരെ അർത്ഥം പറയാൻ കഴിയില്ല മസ്ജിദിന് പള്ളിയിൽ നിന്ന് വെച്ചാൽ. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അതൊന്ന് വെച്ചോക്കണം. എന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉന്നതമായ ഒരു ആശയമാണ് തുറന്നു കിട്ടുക. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വായിച്ചാലും ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ മറ്റത് ഞാനിപ്പോൾ പറയാം, മസ്ജിദിൽ നിന്ന് ആരാധന വേളാന്ന് വെച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അവിടെ ഒരു പള്ളിയിൽ നിന്നുള്ള അർത്ഥം മാറ്റിയിട്ടേ ബ്രാക്കറ്റിൽ ആരാധന വേളാന്നാക്കിയിട്ടുണ്ട്. എന്നാലും 5 നേരം ഉണ്ട്. എന്നാലും 5 നേരം ഡ്രസ്സ് മാറ്റാൻ നിന്നാലേ അതുവരെ തുണി എടുക്കാതെ നടക്കുകയായിരുന്നു. ഓരോ ആരാധനാ വേളയിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രം അണിയുക. ഓരോ ആരാധനാ വേളകളിലും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എന്നാലും 5 നേരം ദൂർത്താനത്തിലും ഫർള് നിസ്കാരം എടുത്താൽ തന്നെ സുന്നത്ത് നിസ്കാരം ആരാധനയാണ്. എന്നാ പിന്നെ പറയും വേണ്ട, അപ്പോഴൊക്കെ ഡ്രസ്സ് മാറാൻ നിന്നാലും. ഇനി ഞാൻ അതിൻ്റെ ശരിക്ക് പറഞ്ഞുതരാം. യാ ബനി ആദം, മനുഷ്യരോടാ പറയുന്നത്. ഒന്നാമത് മോമിനിങ്ങളോടല്ല. മക്കളെ, മനുഷ്യരെ, ഹുദൂ സീനത്തക്കും, നിങ്ങൾ പ്രൗഡ് ഓഫ്, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരമായിട്ട് കാണണം, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരമായി സ്വീകരിക്കണം. അതാണല്ലോ, അത് ഞാൻ 49:7 പറയാം. വസയ്യനഹു ഫീ ഖുലൂബിക്കും, അത് നിങ്ങളുടെ മനസ്സിൽ ഒരു സീനത്താക്കി മാറ്റിയിട്ടുണ്ട്. വഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, വിശ്വാസം, ഭൂമിയിൽ സമാധാനവും സ്വീകരിക്കലും വിശ്വാസം സ്വീകരിക്കലും അള്ളാഹു നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് കാണുകയും വസയ്യനഹു, അത് നിങ്ങളുടെ കൽബിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രൗഢമായിട്ട്, ഒരു അഭിമാനമായിട്ട് അള്ളാഹു നിങ്ങൾ കാണുകയും വസയ്യനഹു, ഒരു അലങ്കാരമായി അള്ളാഹു കാണുകയും ചെയ്തിട്ടുണ്ട്. ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സിൽ. അതാണ് സീനത്ത്. നിങ്ങളൊരു കോളർ കൊലിക്കാം, ഒരു അഭിമാനമായിട്ട് കാണും. എപ്പോൾ അതിൻ്റെ ഒരു അഭിമാനമായിട്ട് നിങ്ങൾ എടുക്കൂ. എന്ത് എൻ്റെ കുല്ലി മസ്ജിദിൻ, അള്ളാഹുവിൻ്റെ ഏതൊരു കൽപ്പന നിങ്ങൾ നടപ്പിൽ വരുത്തുമ്പോഴും. നുണ പറയണ്ടെന്ന് പറഞ്ഞാൽ നുണ പറയില്ല ഞാൻ. അതിൻ്റെ ആരാണ്ട് മുതലെടുക്കൂല, അതിൻ്റെ അഭിമാനമാണ് വേണ്ടത്. ആളെ കൊല്ലൂലെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്. ദൈവത്തിൻ്റെ ഓരോ മസ്ജിദ്, ഓരോ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുമ്പോഴും അത് നിങ്ങളുടെ പ്രൗഡ് ഓഫ്, നിങ്ങളുടെ ഒരു അഭിമാനമായിട്ട്, ഒരു അന്തസ്സായിട്ട് നിങ്ങൾ അതെടുക്കണം. അതാ ഞാൻ പറഞ്ഞു, ഒരായത്തെ അതിന് ഉദാഹരണം പറയാമെന്ന് പറഞ്ഞത്. എന്നിട്ടോ ഈ വിജ്ഞാനങ്ങളെ മുഴുവൻ, അതിനു വേണ്ട വിജ്ഞാനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുകയും ചെയ്യണം. വലാ തുസ്രിഫു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളെ ധിക്കരിക്കുന്നതിൽ അതിര് കവിയരുത്, ധിക്കരിക്കരുത്, നെഗ്ലക്റ്റ് ചെയ്യരുത്, അവഗണിക്കരുത്. എന്താ പ്രശ്നം? അറിവ് ഒരു മനുഷ്യൻ്റെ പ്രൗഡായിട്ട് കാണണമെന്ന, ദൈവികമായ കൽപ്പനകൾ അവൻ്റെ മനസ്സിൽ ഒരു സീനത്തായിട്ട് കാണണമെന്ന. ഇവരെ ഈ മാറും മറ്റതൊക്കെ സീനത്തായിട്ട്. ഞാനിന്നലെ 24:31 വായിച്ചിട്ട് തിരിച്ചു പറയും, നിങ്ങളെ മാറ് വെളിവാക്കരുത് മൂമിനത്തുകളായ പെണ്ണുങ്ങളെ. ആരുടെയൊക്കെ മുമ്പിൽ? ഭർത്താക്കന്മാരുടെ. ഓക്കെ, സമ്മതിച്ചു. മക്കളുടെ. അത് കുറച്ച് കടന്ന കൈയായി. ആബാഹിന്ന വാപ്പാരെ. ഇനിയോ ആബായി ബോയിലത്തിന, ഭർത്താക്കന്മാരെ വാപ്പാരടുത്ത്. എന്നിട്ട് ആ പട്ടിക നിങ്ങൾ നോക്കി, എന്നിട്ട് ഓലിക്ക് ഈ മാറ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. എവിടെ നോക്കിയിട്ടാണ് എഴുതിയെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങൾ സൂറത്തുന്നൂറൊന്നും ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മൂമിനത്തുകളായ, അത് മൂമിനത്തിനോടാ പറയണത്. അപ്പോൾ അവർക്ക് അടിമകൾ ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അവർക്ക് അടിമ പുരുഷന്മാരല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ഒരാൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് എനിക്ക് വിളിച്ചു, പെണ്ണുങ്ങളെ കെട്ടണ്ടെന്നല്ലേ, പെണ്ണുങ്ങളെ വലാത്തെങ്കിഹോ, നിങ്ങൾ അനാഥകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ കഴിയില്ല എന്ന് വന്നാൽ നിങ്ങൾ 2, 3, 4 പെണ്ണെട്ടിക്കോളി. എന്താ ഇതിലെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ 3, 4 പെണ്ണെട്ടുക. അപ്പം പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിലോ അനീതി കാണിക്കാണ്. ഞാൻ ഇപ്പം പെണ്ണ് കെട്ടണില്ല, എന്നാലോ നിങ്ങൾ അനീതി കാണിച്ചോളി. അതാണോ? എന്താ ഒരു അന്തവും കുന്തവും കിട്ടണില്ല. ഈ പരിഭാഷ വായിച്ചിട്ടേ, അനാഥകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ പെണ്ണെട്ടിയിട്ടെന്താ? വേറെ സംഗതി ഒന്നും നിങ്ങൾക്ക് ശരിയാണില്ലെങ്കിൽ പെണ്ണെട്ടിക്കോളി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് അനാഥയും പെണ്ണെട്ടലും തമ്മിൽ എന്താ ബന്ധമെന്നാണ്.
അപ്പൊ ഇതാണ്. ഇനി വേറൊരു ചോദ്യം കൂടി ചോദിച്ചു. ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ അനാഥ, പെണ്ണുങ്ങൾക്കും അനാഥകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പെണ്ണുങ്ങൾക്ക് അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ നാല് ആണിനെ കെട്ടിക്കോളി, അതല്ലേ വരിക? ആകെ തലകുത്തി മറിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദിച്ചാൽ അവർ പറയും യുക്തിയൊന്നും വല്ലാതെ ഉപയോഗിക്കണ്ട, ഇതിപ്പോ പറയണ അങ്ങോട്ട് എടുത്താൽ മതി, പറയണത് അങ്ങോട്ട് എടുത്താൽ മതി, യുക്തിയും ബുദ്ധിയൊന്നും ഇതിൽ വല്ലാതെ ഉപയോഗിക്കണ്ട. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ വിഷയത്തിന് ലേശം പോയി. അപ്പൊ മസ്ജിദ് പറയാൻ വേണ്ടിയിട്ട് ലേശം പുറത്തുനിന്ന് പോയി. തിൽക്ക ഹുദൂദുള്ള, തിൽക്ക എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഈ പോണത്, അത് എവിടേക്കാ ചൂണ്ടണത്, അതൊക്കെ ചർച്ച ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കാം. തിൽക്ക ഹുദൂദുള്ള, അതൊക്കെ ദൈവത്തിന്റെ അതിരുകളാണ്. ഫലാ തഖ്റബൂഹ, അതിനോടൊന്നും നിങ്ങൾ അടുക്കരുത്. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി, അപ്രകാരം അവൻ അവന്റെ വചനങ്ങളെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ലിന്നാസി, മാനവരാശിക്ക്, മനുഷ്യർക്കാണ്. ലഅല്ലഹും യത്തഖൂൻ, അവര് മുത്തക്കികളാകാൻ. നമ്മൾ പറയുന്നത് ഇതൊക്കെ ചെയ്താൽ മുത്തക്കിയാവും. ഇവർ പറയുന്നത് പകൽ ചെയ്യുന്ന പരിപാടിയൊക്കെ രാത്രിയാക്കി, പള്ളിയിൽ നിന്ന് ചെയ്യേണ്ട പരിപാടികളൊക്കെ എഴുത്തുകാസിലല്ലാത്ത സമയത്തൊക്കെ മറ്റേ പരിപാടിയൊക്കെ ചെയ്ത് എന്നിട്ട് നിങ്ങൾ മുത്തക്കിയാവുമോ എന്ന് നോക്കിക്കോളി എന്നാണെങ്കിൽ അങ്ങനെ മുത്തക്കിയാകാൻ നോക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വിഷയത്തിൽ നിന്ന് തൊട്ട മറ്റേ വിഷയത്തിലേക്ക് പോകും. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക. തീറ്റയും കൂടി അല്ലാന്നില്ല, ഇനി തൊട്ട ആയത്തന്നെ ഉണ്ട്. വലാ തഅ്കുലു അംവാലക്കും, നിങ്ങൾ നിങ്ങളുടെ മുതൽ തിന്നരുത്. ഞാൻ പറഞ്ഞു ഞാൻ മുതൽ തിന്നണില്ല, 1 കോടി കട്ടെടുത്തിട്ട് ഞാൻ ബാങ്കിലിടുകയാണ്. അത് തിന്നണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അക്കലാന്ന് പറഞ്ഞാൽ തിന്നലാണെങ്കിലേ നിങ്ങൾ അന്യരുടെ ധനം തിന്നരുത്. ഇവിടെ തിന്നരുത് എന്ന് പറഞ്ഞാൽ വെറും ആമാശയ തീറ്റയല്ല, അതിൻ്റെ ഉപയോഗം വരും. ഉപയോഗമല്ലേ കൂടുതൽ വരിക, ഉപയോഗം വരൂലേ? വേറൊരാൾക്ക് അവകാശപ്പെട്ട ഒരു ജോലി ഞാൻ തട്ടിയെടുത്താൽ അത് പെടൂലേ? പെടൂലേ? പിന്നാമ്പുറത്ത് കൂടി ഞാനൊരു ജോലി തട്ടിയെടുത്തു, അർഹതപ്പെട്ട ആൾ മുന്നിൽ നിൽക്കുന്നു, അത് ഈ തീറ്റി പെടൂലേ? അവകാശികളുടെ അവകാശം തോൽപ്പിച്ചത് പെടൂലേ? എന്തെങ്കിലും ഈ പറയുന്ന തീറ്റ എന്ന് പറയുമ്പോൾ വെറും ഈ വയറ്റിൽ കിടക്കുന്ന തീറ്റയോ? അപ്പം തൊട്ടായത്തിൽ വരേണ്ട തീറ്റ എന്താണ്? അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങളോട് അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് എന്തും പഠിച്ച് മനസ്സിലാക്കിയാലും തൻ്റെ സഹജീവികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ലോകത്ത് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നന്മ ചെയ്യാൻ പറ്റുന്ന അത്ര നന്മ ചെയ്യുക. ഇതാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്ന സന്ദേശം. ഇത് സവിസ്തരം വിശദീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് സൂചനകൾ മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.